അടിമപ്പണി പോലെയാണ്. രാവുന്തിയോളം കഷ്ടപ്പെട്ടാലും തീരാത്ത പണിയിൽ ആത്മഹത്യാ മുനമ്പിലാണ് BLOമാർ. ഒരാഴ്ച കൊണ്ട് മനുഷ്യവിരുദ്ധ ടാർഗറ്റ് കൊടുത്ത് തീർക്കേണ്ട പണി 1 മാസമല്ല 3 മാസമെങ്കിലും വേണ്ട അവധാനതയോടെ ചെയ്യേണ്ട ഒരു പണിയാണ്. ആ സമ്മർദ്ദം താങ്ങവയ്യാതെ ജീവനെടുത്ത BLO പയ്യന്നൂർ അനീഷ് ജോർജ് SIRന്റെ ആദ്യ രക്തസാക്ഷി. മലവെള്ളം പോലെ വരുന്നുണ്ട് ഈ കഷ്ടപ്പാടിന്റെ പ്രതികരണങ്ങൾ. ലീവ് എടുക്കരുത്, ചാവാൻ കിടക്കലാണെങ്കിലും എഴുന്നേറ്റ് വന്നോണം, പണി തീർപ്പിക്കും തുടങ്ങിയ മേലുദ്യോഗസ്ഥ സാറന്മാരുടെ വിരട്ടിന്റെ ഓഡിയോ ക്ലിപ്പുകളും കേൾക്കുന്നുണ്ട് കേരളം. സമയമെടുത്ത് സാവകാശത്തോടെ ചെയ്യേണ്ട ജനാധിപത്യത്തിലെ പ്രധാനപ്പെട്ട ഒരു പണി ഈ വിധം സമ്മർദ്ദപ്പെടുത്തി ആശങ്കപ്പെടുത്തി നാനാവിധമാക്കുന്നതിൽ ഇലക്ഷൻ കമ്മീഷന്റെ ആനന്ദം എന്താണ്? എന്താണോ SIR ലക്ഷ്യം വെക്കുന്നത് അതിന് നേരെ വിപരീത ഫലമാണെങ്കിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കലാണ്. എന്താണ് ഈ കമ്മീഷന്റെ യഥാർത്ഥ ലക്ഷ്യം? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ ജിൻഡോ ജോൺ, ഡോക്ടർ നിതീഷ് നാരായണൻ, VS ജിതിൻ ദേവ്, T രമേശ് BLO കൂട്ടായ്മയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഒരു ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ T രമേശിലേക്ക് പോകുന്നു. T രമേശ്, ക്ലാസ്സുകൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ ഈ ചർച്ചയിലേക്ക് പോകും മുൻപ് ഒരു BLO പറഞ്ഞതാണ്. ക്ലാസ്സുകൾ കിട്ടിയിട്ടില്ല, കമ്പ്യൂട്ടർ കാര്യമായി അറിയാത്ത ആളാണ്, ഫോമൊക്കെ കൊണ്ടുകൊടുത്തു, സ്കാൻ ചെയ്യുന്നു, ഇനി തിരിച്ചു മേടിച്ച് ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. അയാൾ ആണയിട്ട് പറയുന്നു അയാളുടെ മരിച്ചുപോയ കുഞ്ഞ് സത്യം, ഇനി മാനസിക പീഡനമാണെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നു. വേറൊരാൾ പറഞ്ഞു എനിക്ക് ദൈവത്തിൽ വിശ്വാസമുള്ളതുകൊണ്ട് ആത്മഹത്യ ചെയ്യാതെ ഇരിക്കുന്നു, ഇല്ലെങ്കിൽ അനീഷിന് മുന്നേ ജീവനെടുക്കാൻ ആലോചിച്ചു എന്നാണ്. ഇന്നും വരുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഇണ്ടാസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുകയാണ്. ഈ സമ്മർദ്ദപ്പണി താങ്ങാനാവാതെ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് മരിച്ചു കിടക്കുമ്പോഴും തിട്ടൂര ഇന്നും ഇറങ്ങുകയാണ്. ഈ അടിമപ്പണിയാണെങ്കിൽ എനിക്ക് പറയുന്നതിന് വിഷമമുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം പറയുകയാണ് T രമേശ്, ഇതിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ ഇനിയും ഉണ്ടാകും കേരളത്തിൽ BLO ആത്മഹത്യകൾ. തീർച്ചയായും പറഞ്ഞോട്ടെ ആശ്മി. പറയൂ സർ, കേൾക്കാമോ? കേൾക്കാം രമേശ്, പറഞ്ഞോളൂ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ ആലപ്പടമ്പ് വില്ലേജിൽ 18-ാം നമ്പർ ബൂത്തിലെ BLO നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ അനീഷ് ജോർജ് അകാലത്തിൽ നമ്മെ വേർപിരിയുകയുണ്ടായി. പരേതനോടുള്ള ആദരാഞ്ജലികൾ BLO കൂട്ടായ്മയുടെ സംസ്ഥാന സമിതിയുടെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് BLOമാരുടെ പൊതു പ്രശ്നങ്ങളിലേക്ക് ഒരു ചെറിയ സമയം ചെലവഴിക്കുകയാണ്. BLO സംവിധാനം നിലവിൽ വന്നത് 2004-ലാണ്. ആ സമയത്ത് ബൂത്ത് തലത്തിലുള്ള സ്കൂളുകളിലെ അധ്യാപകരെ വിളിച്ചു ചേർത്തുകൊണ്ട് ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പട്ടിക ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി. തുടർന്ന് 2008 ഓൺലൈനിലൂടെ BLO വളണ്ടറി ആപ്ലിക്കേഷൻ ഫോം സ്വീകരിച്ചുകൊണ്ട് BLOമാരെ നിയോഗിക്കപ്പെട്ടു. 2013 വരെ വെറും തുച്ഛമായ 3000 രൂപയാണ് BLOമാർക്ക് റെമ്യൂണറേഷനായി നൽകിക്കൊണ്ടിരുന്നത്. അവർ BLO ഏകദേശം ഒരു ബൂത്തിൽ 300-നും 500-നും ഇടയിലുള്ള വീടുകളുണ്ട്. വോട്ടർമാർ ശരാശരി 1200 വോട്ടർമാർ ഒരു ബൂത്തിലുണ്ട്. ഈ വോട്ടർമാരുടെ ആകെ നമ്മുടെ ഈ ബൂത്തിലെ വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയ, മരിച്ചവരെ നീക്കം ചെയ്യുക, താമസം മാറിയവരെ പട്ടികയിൽ നിന്ന് നീക്കുക, പുതുതായി വന്നവരെ കൂട്ടിച്ചേർക്കുക, ഈ അപ്ഡേഷൻ തുടർച്ചയായി ഈ BLO ആ ബൂത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി പങ്കെടുത്തുകൊണ്ടാണ് ഈ തുച്ഛമായ റിമ്യൂണറേഷനുമായി വാങ്ങിക്കൊണ്ട് 3000 രൂപ തുച്ഛമായ പ്രതിഫലമായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് വന്നിരുന്നത്. 2013 BLOമാർ സംഘടിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ ചുമതലയിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയും അങ്ങനെ 2013 ശേഷമാണ് 6000 രൂപ റിമ്യൂണറേഷനും 1200 രൂപ ഫോൺ ചാർജും 7200 രൂപയോടുകൂടി ഈ പ്രവർത്തനം വളണ്ടറിയായി നമ്മളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 2023 വരെ ഒരു പ്രശ്നവുമില്ലാതെ 10-15 വർഷം നമ്മൾ ഈ BLO രംഗത്ത് പ്രവർത്തിച്ച് ഒരു സുപ്രഭാതത്തിൽ റിട്ടയർ ചെയ്യുന്നതും അതോടൊപ്പം അംഗൻവാടി ടീച്ചർമാർ, ആ പ്രദേശത്തുള്ള അംഗൻവാടി ടീച്ചർമാരെയും പെൻഷനറാകുന്ന ആളുകളെയും ഓട്ടോമാറ്റിക്കലി മാറ്റിക്കൊണ്ട് നേരിട്ട് സർക്കാർ സർവീസിലുള്ള ഒരു താല്പര്യവും ഇല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ അടക്കം നിർബന്ധപൂർവ്വം ഇലക്ഷൻ ഡ്യൂട്ടി എന്ന രീതിയിൽ ഹിൻഡാസ് എടുത്തുകൊണ്ട് അവരെ സമ്മർദ്ദതന്ത്രം പ്രയോഗിച്ചുകൊണ്ട് ഈ BLOമാരെ നിയോഗിച്ചുകൊണ്ടാണ് ഈ റിമ്യൂണറേഷൻ ഈ SIR പ്രക്രിയ ആരംഭിച്ചത്. ഒരു തരത്തിലും അവർക്ക് ഈ ബൂത്തിലെ വോട്ടർമാരുമായോ പ്രദേശം ഏരിയയായി ബന്ധവും ഇല്ലാത്ത അവസ്ഥയിലാണ് ഈ പെട്ടെന്ന് 2-3 മാസങ്ങൾക്ക് മുന്നേ ഈ SIR പ്രവർത്തനത്തിൽ ഇറങ്ങുന്നത്. വർഷാവർഷങ്ങളിൽ ആ ബൂത്തിലെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന BLOമാരെ 90% ആളുകളെ നീക്കിക്കൊണ്ടാണ് പുതിയ ആളുകളെ ചേർത്തുകൊണ്ട് ഈ പ്രക്രിയ ആരംഭിച്ചത്. അതിൻ്റെ ഫലമാണ്. മാത്രമല്ല ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ, ജില്ലാ കളക്ടർ, ഇലക്ഷൻ അല്ല രമേശ്, ഇത് അരിയാഹാരങ്ങൾ ഇതെല്ലാവർക്കും മനസ്സിലാവുന്ന പണിയാണ്. ഇതിപ്പോൾ ബീഹാറിലൊക്കെ എങ്ങനെ നടന്നു എന്ന കാര്യം നമുക്കറിയില്ല.
പക്ഷേ നമ്മൾ കേരളത്തിലെ സാഹചര്യത്തിൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുന്നുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ. ആ എന്യൂമറേഷൻ ഫോം നോക്കിക്കഴിഞ്ഞാൽ ആകെ എന്താണ് മൊത്തം കൺഫ്യൂഷനാണ്. അത് 10-16 വർഷമായി ഈ പണി ഞാൻ കണ്ടാണ് ആ ഫോം. 10-16 വർഷമായി ഈ പണിയെടുക്കുന്ന ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാക്കാൻ സാധാരണക്കാരന് പറ്റില്ല. അത്രയും ഉയർന്ന ബുദ്ധിയുള്ളവന് മാത്രമേ അത് മനസ്സിലാവൂ. സാധാരണക്കാരന് മനസ്സിലാവില്ല. അത് BLOയുടെ സഹായം ഉണ്ടെങ്കിൽ പോലും അത് പൂരിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഫോമാണ്. ഒരു BLOയ്ക്ക് ഒരു വീട്ടിൽ മിനിമം 1 മണിക്കൂർ ചിലവാക്കിയാലെങ്കിലും ആ ഫോം കിട്ടൂല. ഈ വീട്ടിൽ എല്ലാവരും ഉണ്ടാവണമെന്നില്ല. കാര്യം ശരിയാണ്. പക്ഷേ കണ്ണൂർ കളക്ടർ പറയുകയാണ് ഒരു വർഷമല്ലോ, ഒരു സമ്മർദ്ദം ആർക്കുമില്ല. ഇവിടെ ഈ ആത്മഹത്യക്ക് കാരണം സമ്മർദ്ദമല്ല എന്നാ കൊടുത്തേക്കുന്ന റിപ്പോർട്ട്. ഇവരൊക്കെ കള്ളം പറയല്ലേ, നിങ്ങൾ ഒറ്റ കൊടുക്കുകയല്ലേ രമേശ്? BLOമാർക്ക് കൃത്യമായ ട്രെയിനിങ്ങുകളിൽ നൽകുന്നവർക്ക് പോലും ഇതിൽ വ്യക്തതയില്ല. ഇതിനെ സംബന്ധിച്ച് ഒരു ഹോം വർക്ക് ചെയ്യാതെയാണ് BLOമാരെ ഈ ഫീൽഡിൽ ഇറക്കിയിട്ടുള്ളത്. BLOമാർ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുമ്പോൾ അവർക്കും ഈ ആപ്പിനെ കുറിച്ചോ ഇതിൻ്റെ ഓൺലൈൻ പ്രോസസ്സിങ്ങിനെ സംബന്ധിച്ച വ്യക്തമായ ധാരണകളില്ല. അങ്ങനെയാണ് പുതുതായി കടന്നു വരുന്ന BLOമാർ ഇതെന്ത് ചെയ്യണമെന്നുള്ള രീതിയിൽ പിന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മാനസിക പ്രയാസം. പിന്നെ സഹായത്തിന് BLOമാർ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരെ നമ്മൾ വിളിക്കുന്നുണ്ട്, അവർ സഹായങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ജില്ലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആ പ്രദേശത്തിലെ 500 വീടുകളിലെ ആളുകളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ടാവില്ല, ബൂത്ത് ഏരിയ അറിയാൻ വഴിയില്ല. അപ്പോൾ ഇതൊക്കെ പഠിച്ച് ഈ പ്രക്രിയ പൂർത്തീകരിക്കണമെങ്കിൽ വലിയ പ്രയാസമുണ്ട്. കട്ട് ഓഫ് ഡേറ്റ് December 4 ഈ പ്രോസസ്സ് പൂർത്തീകരിക്കേണ്ട കട്ട് ഓഫ് ഡേറ്റ്. അതിനുള്ളിൽ ഒരു തരത്തിലും നമുക്ക് ഈ പ്രോസസ്സ് ഓൺലൈനിലൂടെ ആപ്ലിക്കേഷൻ ഫോം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കളക്ട് ചെയ്ത് ഓൺലൈനിലൂടെ പ്രോസസ്സിംഗ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ചിലപ്പോൾ ആ ഡേറ്റ് നീട്ടുമായിരിക്കും. പക്ഷേ ഡേറ്റ് നീട്ടിയാലും ഈ ആത്മഹത്യക്ക് പരിഹാരം ഉണ്ടാവില്ലോ. ഞാൻ സത്യസന്ധമായി പറയണം, ആത്മാർത്ഥമായി പറയാണ്, ആത്മഹത്യയെ പറ്റി ആലോചിക്കുന്ന BLOമാർ ഈ സമയമുണ്ട്. ഞാൻ ഈ ചർച്ചയിലേക്ക് കയറും മുമ്പ് ഒരു BLOയോട് സംസാരിച്ച് വെച്ച് തൊട്ട് പിന്നാലെ അയാൾ ഇട്ട ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കാവോ? അല്ല, ഒരു ജീവനക്കാരൻ എന്ന പരിഗണന തരണ്ട, ഒരു മനുഷ്യൻ എന്ന പരിഗണന തന്നുകൂടെ നമുക്ക്? ജീവനക്കാരൻ പോട്ടെ, ടെസ്റ്റ് ചെയ്ത് ജോലി വാങ്ങിച്ച കാര്യമൊക്കെ പോട്ടെ, ഒരു മനുഷ്യൻ എന്ന ഒരു പരിഗണന നമുക്ക് തന്നുകൂടെ? രാവിലെ 8 മണിക്ക് ഞാൻ ഇറങ്ങിയതാ, ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീട്ടിൽ പോയത്. ഇപ്പോൾ 6:30 മണിയായി. ഇനിയിപ്പോൾ ഈ കിടന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് എങ്ങനെ നമ്മൾ ഈ പോകുന്നത്? വീട് മൊത്തം താറുമാറായി കിടക്കുക, തൂത്തിട്ടില്ല, തുടച്ചിട്ടില്ല, വൃത്തിയാക്കിയിട്ടില്ല, വീട്ടിലെ കാര്യങ്ങൾ അറിയത്തില്ല, ആത്മഹത്യയുടെ ധൈര്യമില്ല, അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരുപാട് BLOമാരുണ്ട്, നേരിട്ടറിയാവുന്നവരുണ്ട്, നേരിട്ടറിയാവുന്നവരുടെ ബന്ധുക്കളുണ്ട്, നേരിട്ടറിയാവുന്ന ഭാര്യമാരുണ്ട്, 2-3 മണി വരെ പണിയെടുക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവർ സംസാരിക്കുന്ന ഓരോരുത്തരും ആത്മഹത്യയെ പറ്റി പറയാണ്. ഓരോരുത്തരും, ഞാൻ ഉത്തരവാദിത്വബോധത്തോടെ പറയുന്നു, ഓരോരുത്തരും സംസാരിക്കുന്ന ആത്മഹത്യയെ പറ്റിയാണ്. എന്നിട്ടാണ് വീണ്ടും ഇന്ന് സമ്മർദ്ദം മുറുക്കി വീണ്ടും ഈ പറഞ്ഞ ഉത്തരവ് ഇറങ്ങുന്നത്. ജിൻഡോ, നമ്മൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ വിയോജിപ്പ് പറഞ്ഞതാണ്. രാഷ്ട്രീയ വിയോജന അപ്പുറം തദ്ദേശം നടക്കുന്നു, രണ്ടും കൂടി നടക്കില്ല എന്ന് പറഞ്ഞതാണ്. കോടതിയിൽ കമ്മീഷൻ പറഞ്ഞു ഇതെന്തോ SIR തടസ്സപ്പെടുത്താനുള്ള നീക്കമെന്നാണ്. നോക്കൂ, രാവിലെ 6:00 വീട്ടിൽ നിന്ന് ഇറങ്ങി, രാത്രി 9 മണിക്ക് വീട്ടിലെത്തി, 10:30 വീട്ടിലെത്തി, പിന്നെയും കുത്തിയിരുന്ന് ആപ്പിൽ സ്കാൻ ചെയ്ത് കയറ്റി 3 മണിക്ക് ഉറങ്ങി, വീണ്ടും 5 മണിക്ക് വീണ്ടും ഇറങ്ങുക. എത്ര ദിവസം? എന്നിട്ട് എവിടെയെങ്കിലും എന്ത് തൊയില്ല? ഇതിൽ അവിടെ ഈ പറയുന്ന CPMൻ്റെ ഭീഷണി എന്ന രാഷ്ട്രീയം കയറ്റിലാണോ വേണ്ടത്? യഥാർത്ഥ പ്രശ്നം ഉന്നയിച്ച് ഇത് കേരളത്തിൽ നടക്കുന്ന പണിയല്ല. ഇപ്പം ബീഹാറിൽ നടന്നിട്ടുണ്ടാവും. ബീഹാറിൽ നടന്ന പണി എന്താണ് എന്ന് വരും ദിവസങ്ങൾ വ്യക്തമാകട്ടെ. അതങ്ങനെ പരിഹരിക്കലാണോ ജിൻഡോ വേണ്ടത്? അല്ല ലക്ഷ്മി, ഇക്കാര്യത്തിൽ അനീഷ് ജോർജിൻ്റെ മരണത്തിൽ CPMൻ്റെ ഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈ BLOമാരുടെ ഇത്രയും വലിയ ജോലി ഭാരത്തിൻ്റെ ഉത്തരവാദി ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാര്യം ഇലക്ഷൻ കമ്മീഷൻ അറിയാം. ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചത് പ്രകാരമാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനിടയിൽ ഈ SIR നടപ്പാക്കണമെന്ന് എന്താ ഇവർക്ക് നിർബന്ധം? SIR തന്നെ വേണമെന്നാ ഇത്ര നിർബന്ധം? ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ബീഹാറിൽ 65 ലക്ഷം മനുഷ്യരെ ഒഴിവാക്കിയത്, പിന്നീട് 10-20 ലക്ഷം പേരെ കൂട്ടിച്ചേർത്തു. ആരാണ് ഒഴിവാക്കപ്പെട്ടത്, ആരെയാണ് കൂട്ടിച്ചേർത്തത്, എങ്ങനെയാണ് 3 ലക്ഷം ആളുകൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം വോട്ടർ പട്ടികയിൽ വന്നത്, ആരൊക്കെയാണ് വോട്ട് ചെയ്തത്, കൃത്യമായ ഒരു വിവരവും ആർക്കും ഇല്ല. ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, ബീഹാറിൽ SIR നടപ്പാക്കിയതിന് ശേഷം സുപ്രീം കോടതിയുടെ വരാന്തയിൽ ചെന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് മനുഷ്യർ, അതായത് മരണപ്പെട്ടു എന്ന് ഇലക്ഷൻ കമ്മീഷൻ കണ്ടെത്തി രേഖപ്പെടുത്തി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ മനുഷ്യർ ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സുപ്രീം കോടതിയിൽ ചെന്ന് പറയേണ്ടി വന്നു. കേരളത്തിൽ ഈ SIRൽ നിന്ന് ആളുകളെ മരിച്ചു എന്ന് പറഞ്ഞ് വെട്ടിമാറ്റുന്ന നിലപാടാണ് സ്വീകരിച്ചതെങ്കിൽ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ കൊന്നു തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി ചുമതലപ്പെടുന്ന BLOമാർ തന്നെ ആത്മഹത്യ ചെയ്യേണ്ട അത്രയും വലിയ ജോലി സമ്മർദ്ദത്തിലേക്ക് ഇവരെ നയിച്ചത് ഈ മരണത്തിൻ്റെ ഉത്തരവാദി ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇവർക്ക് ഒഴിയാൻ കഴിയില്ല. ഇവിടെ ഒരു കാര്യമുണ്ട്,
2002 ഡാറ്റയൊക്കെ പരിശോധിക്കണമെന്ന് പറയുമ്പോൾ 2002 വോട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളുണ്ട്. എത്ര ആളുകളുടെ കയ്യിൽ 2002 വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടാവും? എത്ര രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലുണ്ടാവും? ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക അപ്രത്യക്ഷമാണ്. അതുമായി ബന്ധപ്പെട്ട മെഷീൻ റീഡബിൾ സോഫ്റ്റ് കോപ്പി വേണമെന്ന് രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ട് പോലും കൊടുക്കാത്ത ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ തന്നെ മുൻ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടർ പട്ടിക അപ്രത്യക്ഷമാകുന്ന ഒരു കാലത്ത്, ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതിരിക്കുന്ന ഒരു കാലത്ത് സാധാരണ വോട്ടർമാരോട് പറയാം 2002 വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെച്ചിട്ട് വേണം ഇത് പൂരിപ്പിക്കാൻ, ബന്ധുക്കളുടെ രേഖകൾ വെച്ചിട്ട് വേണം പൂരിപ്പിക്കാനെന്ന്. ഒരു സാമാന്യ ബോധവും വിവരവും വേണ്ടേ? ഇവരാരൊക്കെ രാഷ്ട്രീയ സാക്ഷരത കുറഞ്ഞ ബീഹാറിലെ മനുഷ്യരെ പറഞ്ഞു പറ്റിക്കുന്നത് പോലെ കേരളത്തിലെ മനുഷ്യരെ പറ്റിക്കാമെന്ന് വിചാരിക്കരുത്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളെക്കാൾ മനസ്സിലാവാത്തത് ഈ എന്യൂമറേഷൻ ഫോം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഇത് ഈ പറയുന്ന വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കാനാണല്ലോ, അല്ലെങ്കിൽ ഈ മരിച്ചുപോയ ആൾക്കാരെ ഒഴിവാക്കാനാണല്ലോ. എന്തിനാണ് ആ ഫോം കണ്ട അല്ലേ ജിൻഡോ? എന്തിനാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്? 2002 വോട്ടർ ലിസ്റ്റ്, അന്നത്തെ ബന്ധുക്കൾ, ആ ബന്ധുക്കൾ ഇപ്പോഴുണ്ടോ? 2020 ബന്ധു തന്നെയാണോ ആ ബന്ധു? അങ്ങ് തലപ്രാന്തെടുക്കുന്ന ഒരുതരം വൃത്തികെട്ട ഫോമാണത്. നമുക്കത് സഹായമില്ലാതെ പൂരിപ്പിക്കാൻ പറ്റില്ല. അത് മനസ്സിലാവാത്ത മനുഷ്യരല്ല മേലാവിലുള്ളത്. സിമ്പിളാക്കാവുന്ന ഒരു ഫോം ഇമാതിരി സങ്കീർണമാക്കലിന്റെ ദുഷ്ടലക്ഷ്യം ഉണ്ട് ജിൻഡോ. അതേ ഹാഷ്മി, കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറ്റില്ല എന്ന് പറയാം. കൂടെ പഠിച്ച വിദ്യാർത്ഥികളില്ല, അധ്യാപകരില്ല. പക്ഷേ എൻ്റെ പൊളിറ്റിക്കൽ സയൻസിൽ ലോകത്തിൽ ആദ്യമായിട്ട് ഡിഗ്രി സമ്പാദിച്ച നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുമ്പോഴാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പല വോട്ടിംഗ് ശതമാനത്തെക്കുറിച്ച്, വോട്ടർ പട്ടികയെക്കുറിച്ചിട്ട്, ജയിച്ച രീതിയെക്കുറിച്ചിട്ട് ഒക്കെ സംശയങ്ങൾ ഉയരുന്ന ഒരു കാലത്താണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു ഫോം കാണുന്നത് ബാങ്കിൽ അക്കൗണ്ട് എടുക്കുന്ന സമയത്താണ്. അതിൽ പല ഭാഗങ്ങളും പൂരിപ്പിക്കാൻ നമുക്ക് ഇന്നേ വരെ സാധിച്ചിട്ടില്ല. അതിനേക്കാൾ സങ്കീർണമായിട്ട് സാധാരണ മനുഷ്യരെ പരമാവധി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന ഒരു ഫോമാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ SIRന് വേണ്ടി പുറത്തിറക്കിക്കുന്നത്. ഇത് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് അകറ്റി നിർത്തുകയും രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെമോക്രാറ്റിക് പ്രാക്ടീസസിൽ നിന്ന്, എക്സസൈസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന, അത് ശരിയല്ല എന്ന് ഇന്ന് പോലും ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു നിർദ്ദേശത്തിൽ നമ്മൾ മനസ്സിലാക്കും. ആളുകളെ പരമാവധി വോട്ടർ പട്ടികയിലേക്ക് ഉൾച്ചേർക്കുകയും പരമാവധി ആളുകളെ വോട്ട് ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്യേണ്ടതിന് പകരം പരമാവധി ആളുകളെ ഏതെങ്കിലും രീതിയിൽ വോട്ടർ പട്ടികയിൽ അതാണ് പരിപാടി. ആ ഫോം കണ്ടാണല്ലോ അത് പൂരിപ്പിക്കണമെങ്കിൽ. സത്യം ഞാൻ ഉള്ളതുപോലെ പറയാം, താഴെത്തട്ടിൽ ഇത് പൗരത്വമായി ബന്ധപ്പെട്ടാണോ എന്ന് ആശങ്കയുണ്ട്. ഇതിൽ പേരില്ലെങ്കിൽ പൗരത്വം പോകുമെന്നുള്ള ആശങ്ക അവിടെ താഴെത്തട്ടിലുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെങ്കിലും അത് ആശങ്കയില്ലെന്നുണ്ടെങ്കിൽ വോട്ടും വേണ്ട, ഒരു കുന്തം വേണ്ടാതുകൊണ്ട് ആൾക്കാർ ഇറങ്ങി ഓടും. അമ്മാതിരി ഫോം അത്. പക്ഷെ നിതീഷ് നാരായണൻ അങ്ങനെ കൊട്ടത്തേങ്ങ പോലൊരു ആർക്കും മനസ്സിലാവാത്തൊരു ഫോം, അത് മതിയായ ട്രെയിനിങ് കിട്ടാത്ത BLO തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഇതിൻ്റെ സങ്കീർണ്ണ ചോദ്യങ്ങൾക്ക് മറുപടി അറിയില്ല, ട്രെയിനിങ് കിട്ടിയിട്ടില്ല. എങ്ങനെങ്കിലും ഈ പണി തീർക്കാനാണ് വ്യഗ്രത. ഒരു ERO കൊടുത്ത നിർദ്ദേശമായി അറിയാൻ കഴിഞ്ഞത് 2 തവണയൊക്കെ വീട്ടിൽ പോയി നോക്കും, ആളില്ലെങ്കിൽ ഒന്നുകിൽ ആബ്സെന്റ് അല്ലെങ്കിൽ ഡെത്ത് എന്നടിച്ച് വിട്ടേക്കാനാണ്. ഇനി അങ്ങനെ കള്ളത്തരം അടിച്ചു വിട്ട് അതിന് പിന്നെ മറുപടി പറയേണ്ടത് ആരാ? ഈ സാറ് ഒന്നും പറയില്ല. അതിന് മറുപടി പറയേണ്ടത് ഈ പാവങ്ങളാണ്. നിതീഷ് നാരായണൻ അടിമുടി അനാർക്കിയായിട്ട് കിടപ്പാണ്. കുട്ടിഘോഷ് നടപ്പാക്കുന്ന എഴുന്നള്ളിക്കുന്ന SIR. തീർച്ചയായിട്ടും ആദ്യം അനീഷ് ജോർജിൻ്റെ വിയോഗത്തിൽ ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഇന്ന് BLO കേരളത്തിൽ നടത്തിയിട്ടുള്ള വലിയ സമരം, ആ സമരം നടത്താൻ വേണ്ടി ആർജവത്തോടു കൂടിയിട്ട് ഞങ്ങൾ അടിമകളല്ല എന്ന് പ്രഖ്യാപിക്കാൻ അവർ കാണിച്ചിട്ടുള്ള ധൈര്യം, ആ ധൈര്യത്തിന് പരിപൂർണമായിട്ടുള്ള പിന്തുണ, ഐക്യദാർഢ്യം കൂടി പ്രഖ്യാപിക്കുന്നു. ഒരു കാരണവശാലും ആത്മഹത്യയല്ല മുന്നിലുള്ള വഴി, സമരം തന്നെയാണ്. ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിനെതിരായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് കൂടിയാണ് അവർ നടത്തുന്നത് എന്നുള്ളത് കൂടി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ സമീപ മണിക്കൂറുകളിൽ എത്രയോ വിവരങ്ങളാണ് പുതിയ ആളുകളുടെ ഓഡിയോ ഉൾപ്പെടെ അവരുടെ സാക്ഷ്യപ്പെടുത്തൽ ഉൾപ്പെടെ നമ്മുടെ മുന്നിലേക്ക് വന്ന് പലതും പേടിപ്പിക്കുന്നതാണ്. അതായത് അടിമത്ത കാലത്ത് പോലും നിലനിൽക്കുന്ന വാർത്ത പറയട്ടെ. തിരുവല്ലയിൽ SIR ഫോം പൂരിപ്പിച്ച് വാങ്ങാൻ വീട്ടിലെത്തിയ BLO വളർത്താനായി കടിച്ചു. കടപ്പുറ സബ് രജിസ്ട്രാർ ഓഫീസർ ജീവനക്കാരെ രശ്മിക്ക് കടിയേറ്റു എന്ന് പറഞ്ഞാൽ പാവങ്ങൾ രാവിലെ മുതൽ കഷ്ടപ്പെടുന്നവരാണ്. വൈകിട്ട് വീട്ടിലെ പട്ടിയുടെ കടിയും കൊണ്ട് വാക്സിൻ എടുത്ത് പോയി കിടക്കേണ്ട അവസ്ഥയാണ്. പട്ടി ഓടിക്കുന്ന വാർത്ത, തേരിച്ചവുത്തുന്ന വാർത്ത, രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ സ്ത്രീകൾ അവരുടെ ആവശ്യങ്ങൾ മാറ്റിവെച്ച് അലഞ്ഞു തിരിയുന്ന വാർത്ത. എന്ത് കഷ്ടമാണ്! എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ മനുഷ്യരെ വട്ടാക്കുന്നതില്ലാതെ ആളുകൾക്ക് പോകേണ്ടി വരുന്നത്? തീർച്ചയായിട്ടും പലയിടങ്ങളിലും ദുർഘടമായിട്ടുള്ള പ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ വന്യമൃഗ ശല്യമുള്ള പ്രദേശങ്ങളിലൊക്കെ രാത്രിയും പകലുമില്ലാതെ ആളുകൾക്ക് പോകേണ്ടി വരികയാണ്. നേരത്തെ ഹാഷ്മി തന്നെ സൂചിപ്പിച്ചതുപോലെ
ഒരു വീട്ടിൽ ഇനി 1 മണിക്കൂർ വേണ്ട, 10 മിനിറ്റ് എടുത്താൽ, 10 മിനിറ്റ് കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്ന പണിയല്ല ഇത് നമുക്കറിയാം. ഇനി 10 മിനിറ്റ് എടുത്താൽ തന്നെ 200 മണിക്കൂർ വേണ്ടി വരും 1200 ആളുകളുള്ള ഒരു വാർഡിൽ ഇത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. അത് ഒരു തവണ പോയി കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 3 തവണയെങ്കിലും വീടുകളിൽ പോകാതെ ആളുകളെ കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു അടിസ്ഥാന ശിലയുണ്ട്. അത് എല്ലാ മനുഷ്യരെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെങ്കിലും തുല്യരായിട്ട് കണക്കാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഇന്ത്യൻ ഭരണഘടന രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് അംബേദ്കർ നടത്തുന്ന പ്രസംഗത്തിൽ, അവസാനത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം നൽകുന്നൊരു വാണിംഗ്, രാജ്യത്തിന് നൽകുന്നൊരു മുന്നറിയിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതോടുകൂടിയിട്ട് നമ്മൾ രാഷ്ട്രീയമായൊരു തുല്യത കൈവരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് 1 man 1 vote, 1 vote 1 value, ഒരാൾക്കൊരു വോട്ട്, ആ വോട്ടിനൊരു മൂല്യം എന്നുള്ളതിലേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ട് എന്നും, എന്നാൽ ഈ തുല്യത സാമൂഹികവും സാമ്പത്തികവുമായ ജീവിതത്തിൽ ഇന്ത്യ കൈവരിച്ചിട്ടില്ല എന്നുള്ളതും, കൈവരിക്കാത്തിടത്തോളം കാലം ഇന്ത്യൻ ജനാധിപത്യ അപകടത്തിലായിരിക്കും എന്നാണ് അംബേദ്കർ പറഞ്ഞത്. അതായത് ഒരു സ്റ്റെപ്പ് മാത്രമാണ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് എന്നുള്ളത്. പരമാവധി ആളുകളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കേണ്ട, ഏറ്റവും ശക്തിയുക്തമായ ഇൻഡിപെൻഡൻറ്റ് ക്യാരക്ടർ കീപ്പ് ചെയ്യേണ്ട ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനത്തിൻ്റെ പേരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത്. എന്നാൽ ആ തുല്യത പോലും ഇന്ത്യയിൽ ഇല്ലാണ്ടാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനത്തിൽ വെള്ളം ചേർക്കപ്പെടുന്നതിലൂടെ ഇന്ത്യയിൽ SIR നടപ്പിലാക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരരുള്ള നാടാണല്ലോ കേരളം. ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ആളുകൾ ഉള്ള നാടാണ് കേരളം. ആ കേരളത്തിൽ പോലും BLOമാർക്ക് പോലും ഇതിൻ്റെ സാങ്കേതികത്വം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. 100 കൂട്ടം സംശയങ്ങളാണ് ഓരോ വോട്ടർമാരെയും സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിൻ്റെ കൂടെ പൗരത്വം നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതി ഉൾപ്പെടെയുണ്ട്. ഈ അവസ്ഥയിൽ നിരക്ഷരതയുടെ തോത് അങ്ങേയറ്റം വർദ്ധിച്ചിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തൊരു അട്ടിമറിയായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അതെ, ഇതിൻ്റെ കൂടെ തന്നെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, BJP ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചാവശ്യപ്പെട്ടതാണ് ഇങ്ങനെ തിരക്ക് പിടിച്ചത് നടത്തരുത് എന്നുള്ളത്. ഇത് സമയമെടുത്ത് വേണ്ട തയ്യാറെടുപ്പുകളോടുകൂടിയിട്ട് നടത്തണമെന്ന് BJP ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റ ശബ്ദത്തിൽ ആവശ്യപ്പെട്ടു. എല്ലാ സർവീസ് സംഘടനകളും ഒറ്റ ശബ്ദത്തിൽ ആവശ്യപ്പെട്ടു. ഇത്രമേൽ സജ്ജീകരണമുള്ള കേരളത്തിൽ പോലും ഈ ചെറിയ സമയം കൊണ്ട് ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന്. അതൊന്നും കേൾക്കാതെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമവുമായി മുന്നോട്ട് പോയതിൻ്റെ ദുരന്താണ് നമ്മൾ കണ്ടത്. രാജസ്ഥാനിൽ ഇന്നൊരാൾ ആത്മഹത്യ ചെയ്തു. മുകേഷ് ജംഗാനി എന്ന് പറയുന്ന രാജസ്ഥാൻ ജയ്പൂർ സ്വദേശി ഇന്ന് ട്രെയിനിൻ്റെ മുന്നിൽ ചാടിയിട്ടാണ് ഒരു BLO അവിടെ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. എത്രയോ ആളുകൾ ആത്മഹത്യയുടെ മുനമ്പിൽ ഇന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു കാരണവശാലും മറ്റൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടല്ല ഈ സമയത്ത് ശ്രമിക്കേണ്ടത്. ഇത് ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു ചെറുത്തുനിൽപ്പായിട്ട് ഏറ്റെടുക്കുകയാണ് മുഴുവൻ ആളുകളും. ഇപ്പൊ ഈ പറയുന്നത് പോലെ എന്താണ് അവിടെ ആത്മഹത്യ എപ്പോഴും നമ്മൾ ഇന്നലെയൊക്കെ പറയുന്നതാണ്, ആത്മഹത്യ പരിഹാരമല്ല, ആത്മഹത്യ അല്ല പരിഹാരം, എന്തിനും പരിഹാരം, ജീവൻ എടുക്കാനുള്ള അവകാശം ഒരു മനുഷ്യനുമില്ല എന്ന് പറയുമ്പോൾ പോലും സത്യമായിട്ട് നമ്മൾ നേരിട്ട് ഇപ്പം BLOമാർ സർക്കാർ ഉദ്യോഗസ്ഥരാണ്, അവർക്ക് അവരുടെ പേര് പറയാൻ പ്രശ്നമുണ്ട്, ജോലി പോകുമെന്ന് പേടിയുണ്ട്. സ്ത്രീകളടക്കം സംസാരിക്കുന്ന BLOമാർ സംസാരിക്കുന്ന അത്രയും എന്തെങ്കിലും നിവൃത്തിയുണ്ട് ആത്മഹത്യ എന്നാണ് പറയുന്നത്. ഓർത്തു നോക്കൂ, മനുഷ്യന്മാർ ഒറ്റ ശ്വാസത്തിൽ ആത്മഹത്യയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തൊരു ഭീകരാവസ്ഥയാണ്. ഇവിടെ അനീഷ് തോമസ് ഒരു പ്രശ്നം പറയുന്നുണ്ട്. വെൻ BLO came to my house, അവർ ടോട്ടൽ ഫാമിലി നോട്ട് ഇൻ ദിയർ ലിസ്റ്റ്, വാട്ട്സ് ഹാപ്പനിങ് എന്ന് ചോദിക്കുകയാണ്. ഇതടക്കം കൺഫ്യൂഷൻ കിടന്നു. ഈ 2002 എന്താണ് പേരുണ്ടായിരുന്നു, ഇനി മറ്റേ എടുക്കണം, എന്താണ് ആ കാലത്തെ സംഭവം എടുക്കണം, ഇനി മറ്റേ ഫോം 16 വേണം, അദാലത്ത് വരുമ്പോൾ അങ്ങോട്ടേക്ക് പോകണം, ഇനി ഈ കുടുംബത്തിന് മുന്നിൽ ഈ പറയുന്ന കരടിൽ വോട്ടുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ പണിയാ, ഈ പിന്നാലെ നടക്കണം. CVS ഇതിൻ്റെ ഇവിടെ ബീഹാർ ഇതുപോലെയായിരുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അവിടെ കോരിച്ചൊരിയുന്ന മഴ, പ്രളയം സമയത്താണ് കേട്ടോ SIR ഉണ്ടായത്. അവിടെ തൊട്ട് മുമ്പ് ഇതുപോലെ ഇടുകുടുക്കെ ചോറും കറിയും എന്ന് പറഞ്ഞ് SIR ആഞ്ഞു വെട്ടി നിർത്തൽ, അന്ന് മരിച്ച മനുഷ്യന്മാരൊക്കെ സുപ്രീം കോടതിയിൽ ഉയർക്കൽ. കേരളത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ അകത്തോട്ട് ഗ്രാമങ്ങളും ഉൾഗ്രാമങ്ങളും അതിനകത്ത് ഉപഗ്രാമങ്ങളുള്ള ബീഹാറിൽ SIR എങ്ങനെ നടത്തിയെന്നും ഈ വെട്ടിനിർത്തൽ എന്തിനായിരുന്നു എന്നും ഒക്കെ നന്നായി വ്യക്തമാകുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. എന്തിനാണ് ഇതിൻ്റെ ഈ കമ്മീഷൻ്റെ ഉപദ്രവം? ജനാധിപത്യത്തെ പുഷ്ടിപ്പെടുത്താനാണോ, അതിനെ കൊലക്ക് കൊടുക്കാനാണോ ഈ ജീവനക്കാരെ കൊല്ലും പോലെ? സുജിതിൻ ദേവ്. ഹാഷ്മി, അങ്ങൊരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തനമാണ്. അങ്ങയുടെ ഇന്നത്തെ ഡിബേറ്റിൽ അങ്ങയുടെ വാദങ്ങൾ കേൾക്കുമ്പോൾ അങ്ങൊരു ഭീതിയുടെ ജേർണലിസമാണോ ചെയ്യുന്നതെന്നൊരു സംശയം എനിക്ക് തോന്നുന്നു.
വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യണം. ഇപ്പം അങ്ങ് കേൾപ്പിച്ച ഒരു ശബ്ദരേഖയിൽ ഒരു BLO പറയുന്നത് കേട്ടു, എനിക്ക് മതിയായ ട്രെയിനിങ് കിട്ടിയില്ല, ഇത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. നിങ്ങളത് ഇലക്ഷൻ കമ്മീഷന് കൈമാറണം ഹാഷ്മി, അടിയന്തരമായിട്ട്. ആ കൺസേൺഡ് EROയെ നിങ്ങൾ സസ്പെൻഡ് ചെയ്യിപ്പിക്കണം. ട്രെയിനിങ് കൊടുക്കാതെ ഒരു പാവപ്പെട്ട എത്ര സസ്പെൻഡ് ചെയ്യും? പറയട്ടെ, ഇത് പ്രശ്നമല്ല. ഹാഷ്മി പറയട്ടെ, ഒരു വാചകം പറയുമ്പോൾ അതിനകത്ത് തൂങ്ങാതെ. നിങ്ങൾ ഒരു വാചകം പറയുമ്പോൾ നിങ്ങൾ അതിനകത്ത് കയറി തൂങ്ങാമെന്ന് പറയട്ടെ. നിങ്ങൾ സൗണ്ട് കേൾപ്പിച്ചല്ലോ, ആ തെളിവല്ലേ? ആരാണ് അവിടുത്തെ ERO? നിങ്ങൾ അന്വേഷിക്കണം, ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കണം. നിങ്ങൾ ചീഫ് ഇലക്ഷൻ കമ്മീഷനെ പോയി കാണണമെന്ന് കണ്ടിട്ട് നിങ്ങളുടെ ആളിനെ വിട്ടിട്ട് നിങ്ങൾ അയാളെ സസ്പെൻഡ് ചെയ്യിപ്പിക്കണം. ട്രെയിനിങ് കൊടുക്കാതെ ഒരു പാവം പിടിച്ച സർക്കാർ ഉദ്യോഗസ്ഥനെ പറഞ്ഞ് ഫീൽഡ് വിട്ടത് ആരായാലും, അത് ഏതാളായാലും, ഏത് കൊമ്പത്തിരിക്കുന്ന ആളായാലും അയാളെ സസ്പെൻഡ് ചെയ്യിപ്പിക്കണം. അതാണ് നിങ്ങൾ ഇന്ന് കേൾപ്പിച്ചത് എനിക്ക് ഏറ്റവും പ്രസക്തമായിട്ട് തോന്നിയത്. രണ്ടാമത്തെ കാര്യം, എന്തിനാണ് SIR എന്നുള്ളതാണ് രണ്ടാമത്തെ ഹാഷ്മിയുടെ ചോദ്യം. ജോലിക്കാരന്റെ പണികളാണോ അല്ലേ? ഏതാ ഇന്ന് ജോലിക്കാരന്റെ പണികളാണോ ഈ പറഞ്ഞ നമ്മൾ സംസാരിച്ചൊന്നും കുറ്റത്തിന്? ഇങ്ങനെ ഒരു തെമ്മാടിത്തരം കാണിച്ച ERO ആ പണികളെ ഇവിടെ കളക്ടർമാർക്ക് പ്രശ്നമുണ്ട്, ഇവിടെ കളക്ടർമാർക്ക് പ്രശ്നമുണ്ട്, EROമാർക്ക് പ്രശ്നമുണ്ട്, BLOമാർക്കുണ്ട്, BLO സൂപ്പർവൈസർമാർക്കുണ്ട്. അങ്ങനെ ഈ പ്രഷർ താഴോട്ട് വരിക, താഴെ വരുമ്പോ ഈ പാവങ്ങളുടെ മണ്ടക്കടിക്കും എല്ലാം കൂടെ. ഒരു മിനിറ്റ് ഹാഷ്മി, അതായത് EROയെ പറഞ്ഞു വിട്ട പ്രശ്നമല്ല ഇത്. ഞാൻ കാര്യം പറയട്ടെ ഹാഷ്മി, പറയൂ. ഇവിടെ ഞാൻ പറയട്ടെ ഹാഷ്മി, ഇവിടെ SIR, ഞാൻ കരുനാഗപ്പള്ളി അസംബ്ലി നിയോജക മണ്ഡലത്തിലെ BLA 1 ആണ് എന്റെ പാർട്ടിയുടെ. ഈ SIRന്റെ പ്രോസസ്സുമായിട്ട് കഴിഞ്ഞ 10-15 ദിവസമായിട്ട് ഈ പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. BLA 1 ആയിട്ട് നിയമിക്കപ്പെട്ടപ്പോ എന്നോട് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ ഞങ്ങളുടെ 182 ബൂത്തിലും BLA 2 നിശ്ചയിച്ചു, ഞങ്ങളുടെ പ്രതിനിധികളെ നിശ്ചയിച്ചു. ആ BLA 2 പ്രതിനിധികൾ ആ കൺസേൺഡ് BLOയെ ഈ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സഹായം ചോദിക്കുമ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന രീതിയിൽ ഈ ഇലക്ട്രൽ വോട്ട് പ്യൂരിഫിക്കേഷനിൽ ചെയ്യേണ്ടുന്ന പ്രവർത്തനം. ഇവിടെ എങ്ങനെ അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തത്? ഞങ്ങളുടെ പ്രസിഡന്റ് അല്ലല്ലോ, DCC പ്രസിഡന്റ് ഇന്ന് ഒരു ശബ്ദരേഖ ഉൾപ്പെടെ പുറത്തുവിട്ടില്ലേ? ഭീഷണിപ്പെടുത്തി ആത്മഹത്യ ചെയ്ത CPMന്റെ സമ്മർദ്ദ പൊളിറ്റിക്സിന്റെ ഭീഷണി രാഷ്ട്രീയത്തിന്റെ ഇരയാണ് അനീഷ് ജോർജ്. CPM കൊന്നതാണ് അനീഷ് ജോർജിനെ. പരിശോധിക്കാം. ഈ ദിവസങ്ങളിൽ പുറത്തേക്ക് വരുന്ന ഈ BLOമാരുടെ കഥകളൊക്കെ വ്യാജമാണെന്നാണോ ജിതിൻദേവ് പറയുന്നത്? BLOമാർ രാവിലെ 7:30 ഇറങ്ങി രാത്രി 10:00 കയറി പിന്നെയും 3:30 എഴുന്നേറ്റ് പിന്നെയും ഇറങ്ങി വന്ന് ഈ പറയുന്ന പണിയെടുക്കേണ്ടി വരുന്ന, ഈ പറയുന്ന അങ്ങേയറ്റത്തെ മനുഷ്യസാധ്യമല്ലാത്ത പണിയെടുക്കേണ്ടി വരുന്നു എന്ന് കരഞ്ഞുകൊണ്ട് പറയേണ്ടി വരുന്നതൊക്കെ കള്ളമാണെന്നാണ് ജിതിൻദേവ് പറഞ്ഞു വരുന്നത്. എന്റെ ഹാഷ്മി, ഇടുക്കിയിലും വയനാട്ടിലും ഒക്കെ പ്രളയം ഉണ്ടായ സമയത്ത് സ്വന്തം ജീവൻ പോലും കളഞ്ഞും മണിക്കൂറുകളോളം ഡ്രസ്സ് പോലും മാറാതെ ദിവസങ്ങളോളം ജോലി ചെയ്തവരെ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥര്. ഈ പണിയൊന്നും ചെയ്യാൻ പറ്റാത്തവരാണെന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ തരം താഴ്ത്തി സംസാരിക്കരുത്. ഞാൻ BLOമാരോടല്ല സംസാരിച്ചു, ഞാൻ ഒരാളോടല്ല, കോൺഗ്രസ് പാർട്ടിയുടെ അനുഭവമുള്ള BLOയോട് വരെ സംസാരിച്ചു. ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് പ്രഷർ ഉണ്ടോ? എനിക്കൊരു പ്രഷറും ഇല്ല, എനിക്ക് സുഖമായിട്ട് ജോലി. പിന്നെ ആരാണ് ഈ 4 ദിവസം സമയം നിശ്ചയിച്ചത്? ഞാൻ ഈ കൊല്ലത്തെ കളക്ടറോടും ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടോ? ഞങ്ങൾ കൊടുത്തിട്ടില്ല. പ്രഷർ ഇല്ലെന്ന് പറഞ്ഞ BLOയുടെ പേരെന്ന് പറയാമോ? പ്രഷർ ഇല്ലെന്ന് പറഞ്ഞ BLOയുടെ പേരെന്ന് പറയാമോ? അങ്ങനെ ബാക്കി BLOമാർ ക്ലാസ് എടുപ്പിക്കാമല്ലോ. എങ്ങനെയാണ് പ്രഷർ ഇല്ലാതെ ഈ പണി ഇങ്ങനെ ചെയ്യാൻ പറ്റുക? 1000 ചില്ലുവാനം വീടുകളിൽ, അല്ല ഞാൻ പറഞ്ഞ 1000 ചില്ലുവാനം വീടുകളിൽ ഈ പറയുന്ന ഒരു ദിവസം പരമാവധി 20 വീടുകൾ കയറാൻ പറ്റുന്ന സാഹചര്യത്തിൽ പ്രഷർ ഇല്ലാതെ വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന BLO എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. കാര്യം നമ്മൾ സംസാരിക്കുന്ന BLO മൊത്തം പറയുന്ന ആത്മഹത്യയെ പറ്റി പറയാ. അങ്ങനെ തന്നെ പറയാ അവര്. ഞാൻ ഈ മാധ്യമത്തിലൂടെ പരസ്യമായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവരുടെ പണികളേനാണോ? നിങ്ങൾ വ്യക്തിപരമായിട്ട് എന്നെ വിളിക്കൂ, ഞാൻ നിങ്ങളെ കോൺഫറൻസ് കോൾ ഇട്ട് കേൾപ്പിക്കാം. നിങ്ങൾ എന്നെ വ്യക്തിപരമായിട്ട് വിളിക്കൂ, ഞാൻ നിങ്ങളെ കോൺഫറൻസ് കോൾ ഇട്ട് കേൾപ്പിക്കാം. അപ്പൊ SIR എന്ന് പറയുന്ന പ്രോസസ് ആവശ്യമാണ്. SIRനെ നിങ്ങൾ കേട്ടില്ല? എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറയാം, ഞാൻ വിളിച്ചോളാം, ഇത് വേണ്ടി ഞാൻ വിളിച്ചോളാം. ഓക്കെ പറയൂ. SIR ഞാൻ വിളിച്ചാൽ മതി ഹാഷ്മി, ഞാൻ നിങ്ങളെ കോൺഫറൻസ് ഇട്ട് കേൾപ്പിക്കാം. SIR ഈ സംസ്ഥാനത്ത് ആവശ്യമാണ്. SIR ആവശ്യമാണ് എന്ന് പറയാൻ അതിന്റെ പേര് SIR ആയതുകൊണ്ട് മാത്രമാണ് ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ 1,12,000 കള്ള വോട്ടുകളുണ്ടെന്ന ആരോപണം ഉന്നയിച്ചത് അടൂർ പ്രകാശ്, കോൺഗ്രസ് നേതാവ്. ഈ ലാസ്റ്റ് ഇലക്ഷനിൽ പോലും അദ്ദേഹം പറഞ്ഞിട്ട് 52,000 ആൾക്കാർ ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, കള്ളവോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന്. CPMന്റെ ഒരു നേതാവിന്റെ, ഒരു ദേശീയ നേതാവിന്റെ സഹോദരിക്ക് കള്ളവോട്ടുണ്ടെന്ന് പറഞ്ഞത് അടൂർ പ്രകാശാണ്. ഇവിടുത്തെ ഇലക്ട്രൽ റോളിൽ പ്യൂരിഫിക്കേഷൻ ആവശ്യമാണ്. ഇനി രണ്ടാമത്തെ അങ്ങയുടെ സംശയം, എന്തിനാണ് 2002 പട്ടിക എന്നുള്ളത്?
നമ്മളുടെ സംസ്ഥാന വ്യാപകമായി ആദ്യമായി ഡിജിറ്റലൈസേഷൻ നടന്നത് 2002 പോലാണ്. അതുകൊണ്ടാണ് അതിനെ അടിസ്ഥാന പട്ടിക എടുത്തിക്കൊണ്ട് ഈ SIR ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ ബീഹാറിൽ നിന്ന് 7,93,00,000 വോട്ടർമാരിൽ 7,24,00,000 വോട്ടർമാരും SIRന്റെ ആ 30 ഡേയ്സ് ടൈം പീരീഡിൽ അവർ ഡേറ്റ കൊടുത്തതാണ്. ഡേറ്റ അവർ കൃത്യമായിട്ട് വരുന്നത്. നമ്മളെക്കാൾ സാക്ഷരതയെ പുറഞ്ഞിരിക്കുന്ന സംസ്ഥാനമല്ലേ? എനിക്ക് തോന്നുന്നു ഈ ജിൻഡോ ജോൺ ഒരു വൈറ്റ് കോളർ പൊളിറ്റീഷ്യൻ ആണെന്ന്. കാരണം ഈ പ്രോസസ്സ് അറിയാൻ വയ്യാത്തവരല്ല താഴെ തട്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ. ജിൻഡോ ജോൺ ഈ ഫോം കണ്ടിട്ടുണ്ടോ? ഞാൻ എന്റെ ഫോം ഞാൻ കൊല്ലം ജില്ലയില് കുന്നത്തൂർ അസംബ്ലി മണ്ഡലത്തിലായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. എന്റെ വോട്ട്, അതായത് നിങ്ങൾ ഈ പറയുന്ന 2002 പട്ടികയിൽ എന്റെ വോട്ട് കുന്നത്തൂർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ 50 നമ്പർ ബൂത്തിലാണ്. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് കരുനാഗപ്പള്ളി അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 41 നമ്പർ ബൂത്തിലാണ്. എന്റെ എന്യൂമറേഷൻ ഫോം ഞാൻ ഓൺലൈനിൽ നിന്ന് ഫില്ല് ചെയ്തു. എനിക്ക് എടുക്കേണ്ടി വന്ന സമയം 5 മിനിറ്റ് 7 മിനിറ്റാണ്. ഹാഷ്മി വേണമെങ്കിൽ ഹാഷ്മിക്ക് അറിയാമെന്നല്ലേ പറഞ്ഞത്? ഹാഷ്മിയുടെ ഞാൻ ഫില്ല് ചെയ്ത് അങ്ങേ സഹായിക്കാം. അങ്ങനെ വിളിച്ചാൽ മതി വൈകുന്നേരത്ത്. 2 OTP പറഞ്ഞത് അങ്ങയുടെ വോട്ടർ ID കാർഡ് നമ്പരും OTP തന്നാൽ ഞാൻ അങ്ങേ സഹായിക്കാം. അങ്ങയുടെ പഴയ കാലത്ത് 18 വയസ്സുള്ള സമയത്തുള്ള നമ്മുടെ ഫോട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോ അറിയത്തില്ല. നല്ല കിടിലൻ ഫോട്ടോ, ഇപ്പൊ കാണുന്ന ഹാഷ്മിയുടെ സുന്ദരമായ താടിയൊക്കെ ഉള്ള നല്ല അടിപൊളി ഫോട്ടോ നമുക്ക് അതിനകത്ത് കയറ്റാം. ഈ പ്രോസസ്സിനെ നിങ്ങൾ കുറ്റം പറയുമ്പോൾ ഇതിനകത്ത് കൺസേൺസ് ഉണ്ട്. ഞാൻ പറയാം കുറെ കൺസേൺസ്. ഇന്നോട് സംസാരിച്ച BLOമാർ പറഞ്ഞ ചില കൺസേൺസ്. ഒന്നാമത്തെ കൺസേൺസ്, ഈ CPMന് അപ്പർ ഹോൾഡുള്ള സ്ഥലങ്ങളിൽ ഇത് ചെല്ലുന്ന സമയത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ BLAമാരെ കൂടെ കൊണ്ടുവരുവാൻ സമ്മതിക്കില്ല. അതൊരു കൺസേൺ ആണ്. രണ്ടാമത്തെ കൺസേൺസ്, ഇപ്പോ ഈ അംഗനവാടി ടീച്ചർമാരൊക്കെ മാറിയതിനു ശേഷം നിയമിക്കപ്പെട്ട വില്ലേജ് അസിസ്റ്റന്റുമാര്, ഇതേപോലുള്ള UP സ്കൂൾ അസിസ്റ്റന്റുമാര്, ഇവർക്ക് ചില ഏരിയ അറിയത്തില്ല. ആ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ വെച്ചു. ഞാൻ എന്റെ കൺസേൺ DRO വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ സഹായിക്കണം. അദ്ദേഹം പറഞ്ഞു അവിടുത്തെ അംഗനവാടി ടീച്ചർമാരെ അഡീഷണൽ ആയിട്ട് ഇവരെ സഹായിക്കാൻ ഏർപ്പെടുത്താം. അവർക്ക് വേണ്ടുന്ന റെമ്യൂണറേഷൻ ഞങ്ങൾ കൊടുക്കാം. ഡിമാൻഡ് അവർക്ക് മുമ്പാകെ വെച്ചു. ആ ഡിമാൻഡ് പറഞ്ഞത് പറയാണ് ഇതെന്ത് പ്രശ്നം, ഇതൊരു കുഴപ്പമില്ലാത്ത പ്രശ്നമാണ്, ഇത് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറഞ്ഞാൽ ഇതെന്തിനാണ് ഈ പറഞ്ഞ സമ്മർദ്ദം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഏതെങ്കിലും ടെൻഷൻ ഇല്ലാതെ വളരെ കൂളായി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്ന BLOമാരുണ്ട്. അത് അപൂർവങ്ങളിൽ അപൂർവമായി ജിതിന്റെയോട് സംസാരിച്ചതോ BLO ഉണ്ട്. തീർച്ചയായും 100% ആ പ്രോസസ്സ് വളരെ കറക്റ്റാണ്. ഇത് വളരെ പാഷനായിട്ട് ചെയ്യുന്ന കുറേ BLOമാർ ഈ മേഖലയിലുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ കാലാകാലങ്ങളിൽ നിർദ്ദേശിക്കുന്ന ഡയറക്ഷന് വിധേയമായി ഈ പ്രോസസ്സ് പൂർത്തീകരിക്കണം. SIR പൂർത്തീകരിക്കണമെന്നതാണ് നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ BLO കൂട്ടായ്മയുടെ തീരുമാനം. അതിനാവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തുക. SIR നമുക്ക് ഒളിച്ചോടാൻ വേണ്ടി കഴിയില്ല. 2002 ആണ് ബേസ്. അതിനുശേഷം ഓരോ പട്ടികയിൽ കൂട്ടിച്ചേർക്കൽ മാത്രം. അപ്പോൾ പൂർണ്ണമായും ഈ പട്ടിക പരിഷ്കരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ഈ പ്രോസസ്സ് വളരെ കൃത്യതയോടെ പൂർത്തീകരിക്കണമെന്നാണ് BLO അസോസിയേഷൻ BLO കൂട്ടായ്മയുടെ സംസ്ഥാന സമിതിയുടെ തീരുമാനം. അതിനാവശ്യമായ സഹായങ്ങൾ, പ്രവർത്തനങ്ങൾ, സമ്മർദ്ദ തന്ത്രങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് BLOമാർക്ക് ആവശ്യമായ സഹായം ചെയ്തുകൊണ്ട് സമയം കുറച്ച് ദീർഘിപ്പിച്ച് കൊടുത്തുകൊണ്ട് ഈ പ്രോസസ്സ് പൂർത്തീകരിക്കണം. വളരെ നല്ല രീതിയിൽ കുറ്റമറ്റ വോട്ടർ പട്ടിക എന്ന് പറഞ്ഞ് ഞാൻ എന്റെ നാട്ടിലെ സാധാരണ മനുഷ്യന്മാരോട് സംസാരിച്ച അനുഭവത്തിൽ പറയുകയാണ്. ഈ എന്യൂമറേഷൻ ഫോമിൽ കൺഫ്യൂഷൻ ഉണ്ട്. എന്യൂമറേഷൻ ഫോം ഒറ്റയ്ക്ക് ഒരുത്തനിരുന്ന് ഇപ്പോൾ VS ജിതിന്റെവിനെ പോലെ ഓൺലൈനിൽ കയറി വളരെ പെട്ടെന്ന് പൂരിപ്പിക്കാൻ കഴിവുള്ള പ്രബുദ്ധതയുള്ള മനുഷ്യന്മാരല്ല 99.9%. BLOയുടെ സഹായം അവിടെ ആവശ്യമുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ ചോദിക്കുന്ന ഇപ്പോൾ 2022 കാണിക്കുന്ന ഒരു ബന്ധുവുണ്ട്, ശരി 25 ബന്ധുവുണ്ട്, ആ ബന്ധു തന്നെ ഈ ബന്ധുവെ കണക്കാക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴേക്കും BLOയ്ക്ക് അറിയില്ല. അങ്ങനെ അറിയാത്ത കുറേ അധികം ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. ഇത് പൂരിപ്പിച്ചിറങ്ങുമ്പോൾ മിനിമം അരമണിക്കൂർ കൂടുതൽ എടുക്കുമോ? ഒരു വോട്ടർ സാധാരണഗതിയിൽ ഇപ്പോൾ നിലവിലുള്ള ഡീറ്റെയിൽസ് മാത്രമേ പൂരിപ്പിക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ BLOയുടെ സൈറ്റിൽ 2002 പട്ടികയിൽ വെച്ച് നമ്മൾ തന്നെയാണ് എടുത്ത് പൂരിപ്പിക്കുന്നത്. അത് വോട്ടറോട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന 3 മാസം എടുത്താലും തീരൂല. അങ്ങനെയാണ് BLO പ്രാക്ടിക്കലായി അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത്. അല്ലാതെ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയല്ല. പ്രഷർ ഉണ്ടെങ്കിൽ കഴിയാത്തവർ മാറി നിൽക്കുക. നിലവിൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾ ഇത് പാഷനായിട്ട് ചെയ്യേണ്ടതാണ്. അല്ലാണ്ട് ഫോഴ്സിബിൾ ആയി സ്ട്രെസ് ഉള്ളവർക്ക് ഇത് എടുക്കാൻ വേണ്ടി കഴിയില്ല. അവർ മാറി ആളുകളെ കണ്ടെത്തണം. ഇതെന്താണ് ഇലക്ഷൻ കമ്മീഷന്റെ AR ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമല്ലോ. ഇത് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്, അംഗനവാടി ടീച്ചർമാരൊക്കെ ഉണ്ട്, അവർക്ക് ആ പ്രദേശം അറിയാം. ജിതിന്റേവ് സമയത്ത് പറ. ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി 90% ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ
ഇതിൽ നെഗറ്റീവ് അല്ല, ഞാൻ സൈഡിലൂടെ നമ്മൾ അടങ്ങിയിരിക്കുകയാണ് പോകാൻ ഹാഷ്മി. ഉദ്ദേശിക്കുന്നില്ല. ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് നടപ്പിലാക്കണം, കേരളത്തിൽ SIR നടപ്പിലാക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സംസ്ഥാന സമിതിയുടെ തീരുമാനം. അല്ല, അത് തർക്കമില്ല. ആവശ്യമായ സഹായങ്ങൾ, സാഹചര്യങ്ങൾ അല്ല ഒരുക്കി രമേശ്, അതിൽ കൊടുക്കാൻ തർക്കമില്ല. വേണ്ടിയിട്ടുള്ള രമേശ്, അതിൽ തർക്കമില്ല. ഇതിൽ അതാണ് പ്രശ്നം നമ്മൾ എന്താണ്? ചെയ്യേണ്ടത്. ഇതിൽ അംഗനവാടി സമയപരിധി ടീച്ചർമാരുണ്ട്. ആവശ്യമായ ട്രെയിനിങ്ങൾ നൽകുക. അല്ല, അംഗനവാടി കോഴ്സ് ടീച്ചർമാരുണ്ട്. സമ്മർദ്ദതന്ത്രങ്ങൾ അംഗനവാടി ടീച്ചർമാർക്ക് ആ പ്രദേശം മുഴുവൻ നന്നായി അറിയാം. വീടുകൾ കൈവെള്ള പോലെ അറിയാം. പലതവണ പോയി ഇറങ്ങിയതാണ്. ഈ പുതിയതായി വരുന്ന സർക്കാർ ജീവനക്കാർ ഞാൻ പഠിക്കാൻ എടുക്കുന്നതാണോ? അല്ലല്ലോ. എന്തുകൊണ്ട് അവരെ മാറ്റി? അത് പറ. ആലപ്പുഴ ജില്ലയിൽ 7 അംഗൻവാടി ടീച്ചർമാരെ തിരിച്ചെടുത്തിട്ടുണ്ട്. ആ സർക്കാർ ജീവനക്കാരെ കിട്ടാതെ കൊണ്ട് അവരെ തിരിച്ചെടുത്ത് പുറത്താക്കിയ 7 അംഗൻവാടി ടീച്ചർ നമ്മുടെ സംസ്ഥാന സമിതിയുടെ വൈസ് പ്രസിഡന്റ് അനിതകുമാരിയെ അടക്കം തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രായോഗികമായി ഇത് പോസിബിൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നീക്കേണ്ടത്. അല്ലാതെ ഈ സർക്കാർ ജീവനക്കാരനായതുകൊണ്ട് ഇല്ലെങ്കിലും ചെയ്തേ മതിയാകും എന്നുള്ള നിർബന്ധ ബുദ്ധി പാടില്ല. പിന്നെ കുറെ ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? രാത്രി 10 മണിക്ക് ഇതെല്ലാം തുമ്പയെ കൊണ്ട് കല്ലെടുപ്പിക്കും പോലെ ഈ പണി അറിയാത്തവരെ കൊണ്ട് ഈ പണി ഇത്ര ദിവസം ചെയ്തു തീർക്കണം എന്നതാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. അല്ല, താങ്കളുടെ വാദം പോലെ പറയുന്നതല്ല. അദ്ദേഹത്തിന്റെ വക്കാലത്ത് അങ്ങ് എടുക്കുമ്പോ ശരി ശരി ജിൻഡോ, ജോർജ് 3 തവണ മാറ്റി കൊടുക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപേക്ഷ പരിഗണിച്ചിട്ടില്ല. അവിടെ നേരത്തെ BLO അംഗൻവാടി ടീച്ചർ ചെയ്തിരുന്ന, വളരെ ഭംഗിയായി ചെയ്തിരുന്ന, എന്തിനാണ് ഈ സമ്മർദ്ദാന്തങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് AERO ERO ആ ലെവലിൽ ഓഫീസർമാർക്ക് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ? അവർക്ക് പ്രായോഗികമായി നടപ്പിലാക്കാൻ വേണ്ട കാര്യങ്ങൾ നിശ്ചയിച്ച് ആ ബൂത്തിൽ നടപ്പിലാക്കേണ്ടതില്ലേ? അതാണ് വേണ്ടത്. ഞാൻ പറഞ്ഞത് SIR നടപ്പാക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്ട്രെസ് കൊടുത്ത് മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കാതെ അവർക്ക് സമയം കൊടുത്ത് അവർക്ക് മതിയായ ട്രെയിനിങ് കൊടുത്ത് ആൾക്കാരെ കൃത്യമായി ബോധവൽക്കരിച്ച് അല്ലെങ്കിൽ ആ പണി വൃത്തിക്ക് ചെയ്യല്ലേ വേണ്ടത്. അല്ലാതെ 4-ാം തീയതി അല്ലെങ്കിൽ 11-ാം തീയതി മൊത്തം കയറ്റിക്കോണം, 4-ാം തീയതി മൊത്തം ചെയ്തോണം എന്ന് പറഞ്ഞിട്ട് ഇവർ ഓഡിയോ ക്ലിപ്പെടുന്നില്ല. ജോലി പോകുമെന്ന് പറയുക, ഇല്ലെങ്കിൽ ജോലി പോകുമെന്ന് പറയുക. ശ്രീ ജിൻഡോ, 10-15 വർഷക്കാലം അവിടെ 10-15 വർഷക്കാലം BLO ആയി ചെയ്തവരെ എന്തിനാണ് ഇവർ പുറത്താക്കിയത്? SIR മുന്നേ പുറത്താക്കിയല്ലേ? അതാണ് ചോദ്യം. ശ്രീ ജിൻഡോ, അവര് വളരെ സക്സസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിനെ മാറ്റി ആരെ നിർദ്ദേശപ്രകാരം മാറ്റിയത്? ശ്രീ ജിൻഡോ, SIR-ലെ രാഷ്ട്രീയ വിയോജിപ്പുണ്ട്. രാഷ്ട്രീയ വിയോജിപ്പ് അവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു തലം. ഇത് സാങ്കേതികമായി കമ്മീഷൻ പറയുന്നത് പോലെ ഇത് നമ്മുടെ വോട്ടർ പട്ടികയെ ഈ പറഞ്ഞ ശുദ്ധീകരിക്കാനുള്ള പണിയാണെങ്കിൽ ഇത് സമയമെടുക്കണം. ഇപ്പോൾ നോക്കൂ, ഇത് രാവിലെ എഴുന്നേൽക്കുന്നു, രാവിലെ എഴുന്നേറ്റ് ഓരോ വീട്ടിൽ പോകുന്നു. ഇപ്പോൾ കേരളത്തിൽ ബീഹാർ പോലല്ല, എല്ലാ വീടും എന്താണ് അവിടുത്തെ പുരുഷന്മാരും സ്ത്രീകളും ജോലിക്ക് പോകുന്ന വീടുകളെല്ലാവരും രാവിലെ പോകുമ്പോഴേക്കും അവർ ജോലിക്ക് പോകുന്ന തിരക്കിലുള്ളവരായിരിക്കും. പെട്ടെന്ന് ഒക്കെ നടന്നു വരില്ല. അല്ലെങ്കിൽ ഇവിടെ പോകുമ്പോഴേക്കും വീട്ടിൽ എപ്പോഴും ആളുണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഈ പോകുന്ന വഴിയിൽ ആളില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോകേണ്ടതുണ്ട്. ഈ കൺഫ്യൂഷൻ പരിഹരിച്ച് ഈ ഫോം എടുത്ത് സ്കാൻ ചെയ്ത് ആപ്പിൽ കയറ്റി പിന്നെ അത് പൂരിപ്പിച്ച് തിരിച്ച് വീണ്ടും സ്കാൻ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ സമയമെടുക്കുന്ന ഒരു പ്രോസസ് അവിടെ ഉണ്ട്. അതിന് മതിയായ കൊടുക്കാനുള്ള സമയം കേരളത്തിലുണ്ട്. അത് തദ്ദേശത്തോടൊപ്പം തന്നെ നടത്തണമെന്ന വാശി പിടിക്കൽ, ഇന്ന തീയതിക്ക് മുമ്പ് നടപ്പാക്കണമെന്ന വാശി പിടിക്കൽ, ആ വ്യഗ്രത നല്ല ലക്ഷ്യത്തിലുള്ള വ്യഗ്രതയല്ല. ശ്രീ ജിൻഡോ, തീർച്ചയായിട്ടും അല്ല ഹാഷ്മി, അല്ല. അതിന് 1-2 കാര്യം എനിക്ക് അതിനു മുമ്പ് ജിതിൻ ദേവിനോട് പറയാനുണ്ട്. ഒന്ന്, ഞാനൊരു വൈറ്റ് കോളർ പൊളിറ്റീഷ്യനാണെന്നുള്ള താങ്കളുടെ നിരീക്ഷണം, അത് താങ്കൾ എന്നെക്കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ട് പറയുന്നതായിരിക്കും നല്ലത്. താങ്കൾ പറയുന്ന രാഷ്ട്രീയ താല്പര്യമുള്ള താങ്കളുടെ വാദങ്ങളോട് ഞാൻ എതിർക്കുന്നത് കൊണ്ട് ഞാനൊരു മോശക്കാരനോ അല്ലെങ്കിൽ വൈറ്റ് കോളർ പൊളിറ്റീഷ്യനാണെന്നല്ല പറയേണ്ടത്. ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളുടെ ശരി തെറ്റുകളാണ് പറയേണ്ടത്. ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളുടെ ആശങ്കയാണ് മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരം പറയേണ്ടത്. അതിന് പകരം ആക്ഷേപിക്കുകയല്ല. താങ്കളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാക്കന്മാർ തൊട്ട് ഇങ്ങ് താഴെയുള്ളവർ വരെ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ ആക്ഷേപിക്കുന്ന ഈ പരിപാടി ഒന്ന് നിർത്തണം. കാരണം താങ്കൾ ഹാഷ്മിയോട് പറഞ്ഞു ഫോം ഫില്ല് ചെയ്തു, ജിതിൻ ദേവ് നന്നായിട്ട് ഫോം ഫില്ല് ചെയ്തു, ഹാഷ്മിയെയും പഠിപ്പിക്കാമെന്ന്. ഹാഷ്മിയെ അല്ല പഠിപ്പിക്കേണ്ടത്, കേരളത്തിലെ മുഴുവൻ ആളുകളെയും മുഴുവൻ വോട്ടർമാരെയും ഇത് പഠിപ്പിച്ചു കൊടുക്കണം. അതിന് BJP ഒരു പ്രത്യേകം മോർച്ച ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു സെല്ലുണ്ടാക്കുക. അല്ലെങ്കിൽ ഈ പണി കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സംശയങ്ങളില്ലാതെ ഈ ചെയ്യാനായിട്ട് BLOമാർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുക. നിലവിൽ കിട്ടിയിട്ടുള്ള ട്രെയിനിങ് പോലും അപര്യാപ്തമാണ്, വേണ്ടത്ര രീതിയിൽ മനസ്സിലാകുന്നില്ല, പലർക്കും കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുള്ള പരാതി നിലനിൽക്കുമ്പോൾ ജിതിൻ ദേവിന് മാത്രമുള്ള ആ പ്രത്യേക കഴിവ് മറ്റാർക്കും ഉണ്ടാകില്ലെന്നേ. ഞങ്ങൾക്കൊക്കെ ചില പരിമിതികളുണ്ടാവും. എല്ലാവരും നിങ്ങളെപ്പോലെ മിടുക്കന്മാരായിരിക്കില്ലല്ലോ. അതുകൊണ്ട് അതല്ല വേണ്ടത്. ഞങ്ങൾക്ക് എല്ലാവർക്കും തുല്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. അടുത്ത് താങ്കൾ പറയുന്ന നല്ല അടിപൊളി ഫോട്ടോ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഫോട്ടോ ഒക്കെ വെച്ച് കൊടുക്കുന്നത്, ഹാഷ്മിയുടെ ഫോട്ടോ തന്നെ വെച്ച് കൊടുക്കണമെന്നൊരു നിർബന്ധം കൂടി ഉണ്ട് കേട്ടോ എനിക്ക്. അല്ലെങ്കിൽ ആ ബ്രസീലിയൻ മോഡൽ ലാരിസയുടെ ഫോട്ടോ ഒക്കെ വെച്ച് കൊടുത്താൽ വലിയ ബുദ്ധിമുട്ടാവും. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സാങ്കേതിക പിഴവ് മൂലം എല്ലാവർക്കും ഒരു ഫോട്ടോ തന്നെ വെച്ചാൽ വലിയ പ്രയാസമാണ്. കേരളത്തിൽ ഫോട്ടോ മാറിയ ID കാർഡോ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ വേറൊരു ഫോട്ടോ ആയിട്ട് വോട്ട് ചെയ്യാൻ ചെന്നാൽ ചിലപ്പോൾ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല, വലിയ പ്രയാസമാണ്.
ഞാനൊരു വൈറ്റ് കോളർ പൊളിറ്റീഷ്യൻ അല്ലാത്തത് കൊണ്ട്, ബൂത്തിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ളത് കൊണ്ട് ഫോട്ടോ, ID കാർഡിലെ ഫോട്ടോയും വോട്ടർ പട്ടികയിലെ ഫോട്ടോയും പേരും അഡ്രസ്സും വീട്ടു നമ്പറൊക്കെ മാറിയാൽ വോട്ട് ചെയ്യാൻ സാധാരണഗതിയിൽ ഞങ്ങളുടെ നാട്ടിലൊന്നും സമ്മതിക്കാറില്ല. എൻ്റെ നാട് എറണാകുളം ജില്ലയിലെ അയ്യമ്പുഴ പഞ്ചായത്താണ്. അടുത്തത് താങ്കൾ പറഞ്ഞ SIR. ഹരിയാനയിൽ സമ്മതിക്കും. ഹരിയാനയിൽ സമ്മതിക്കും. ഹരിയാനയിൽ മാത്രമല്ല, മറ്റു പല സ്ഥലത്തും സമ്മതിക്കാറുണ്ട്. അപ്പോൾ അവർ അതൊക്കെ ചോദ്യം ചെയ്താൽ നമ്മൾ മോശക്കാരാവും, വൈറ്റ് കോളറാവും. ഈ എല്ലാത്തിനും വൈറ്റ് കോളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എവിടെയെങ്കിലും സ്ഫോടനം നടന്നാൽ വൈറ്റ് കോളർ തീവ്രവാദികൾ, ചോദ്യം ചോദിച്ചാൽ വൈറ്റ് കോളർ പൊളിറ്റീഷ്യൻ, എല്ലാത്തിനും വൈറ്റ് കോളറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം പോക്സോ കേസിൽ ജീവിതാവസാനം വരെ ജീവപര്യന്തം കിട്ടിയ RSS നേതാവ് വൈറ്റ് കോളർ റേപ്പിസ്റ്റ് ആണെന്ന് കൂടി നിങ്ങളൊന്ന് സമ്മതിച്ചു തരികയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയും പറയാമല്ലോ, അങ്ങനെയും പറയേണ്ടതാണല്ലോ. ഒരു കാര്യം കൂടി, ഇന്ത്യയിൽ SIR-ൽ ആശങ്കയില്ലാത്ത ഒരേ തീവ്രവാദി വിളിച്ചില്ലല്ലോ. ഹലോ, ഞാൻ ദേഷ്യപ്പെട്ടില്ലല്ലോ. ഞാൻ വളരെ ചിരിച്ചുകൊണ്ട് സൗമ്യനായിട്ടാണ് പറഞ്ഞത്. താങ്കൾ ഉദ്ദേശിക്കുന്ന വൈറ്റ് കോളർ പൊളിറ്റീഷ്യൻ അല്ല. അല്ല, കുഴപ്പമില്ല. കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്, കഷ്ടപ്പെട്ട് പണിയെടുത്ത് അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ്, വൈറ്റ് കോളർ അല്ല. അല്ല ജിതിന്റെ, താങ്കൾ ആശങ്കപ്പെടല്ല. ഞാൻ താങ്കളോട് വളരെ സൗമ്യനായിട്ടാണ് സംസാരിച്ചത്. നമ്മൾ തമ്മിൽ ഒരു തർക്കത്തിനുള്ള ഒരു സാധ്യത പോലും ഈ ചർച്ചയിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇന്ത്യയിൽ SIR നടപ്പാക്കുന്നതിൽ ആശങ്കയില്ലാത്ത ഒരേ ഒരു പാർട്ടി BJP ആണ്. അതാണ് ഏറ്റവും വലിയ സംശയവും. SIR നടപ്പാക്കുന്നതിൽ ആശങ്കയില്ലാത്ത ഒരേ ഒരു പാർട്ടി, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശ്വാസമുള്ള ഒരേ ഒരു മുന്നണി NDAയും ഒരേ ഒരു പാർട്ടി BJP ആണ്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ SIR നടപ്പാക്കുന്നതിനെതിരായിട്ട് സംസാരിക്കുന്നു, SIR-ന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നു. SIR-ന്റെ മറവിൽ പൗരത്വ തെളിയിക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഈ എന്യൂമറേഷൻ പരിപാടിയെ തന്നെ എതിർക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം വിശ്വാസ്യത ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ വിശ്വാസ്യതയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സംശയവും. ഇനി നിങ്ങൾ പറയുന്നു ഈ SIR വളരെ മികച്ച രീതിയിലാണ് നടപ്പാക്കുന്നത്. 10-15 വർഷമായിട്ട് ഈ പണി ചെയ്ത് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കലും ഒഴിവാക്കലിനുമായിട്ടുള്ള അന്വേഷണങ്ങൾ, നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് താല്പര്യമില്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിൽപ്പെടുത്തി ഇത് ചെയ്യുമ്പോൾ അവർ വലിയ സമ്മർദ്ദത്തിലാണെന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ജിതിൻ ദേവിന് 5 മിനിറ്റ് കൊണ്ട് ഓൺലൈനായിട്ട് പൂരിപ്പിക്കാൻ പറ്റി. താങ്കൾക്ക് മാത്രം പരിചയമുള്ള ഏതോ ഒരു ഈ പറഞ്ഞ BLO ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ബാക്കി ആളുകൾക്ക് ആശങ്കയുണ്ടെന്നാണ് ഇന്ന് മാർച്ച് നടത്തി ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന BLOമാരുടെ അസോസിയേഷൻ പറയുന്നത്. അപ്പോൾ അവരെല്ലാം മോശക്കാരാണോ? താങ്കൾ പറയുന്ന ആൾ മാത്രമാണോ ശരിയായിട്ടുണ്ടാകുക? ഇനി ഒരു കാര്യം കൂടിയുണ്ട് കാശ്മീർ. ഇവിടെ അനീഷ് ജോർജിന്റെ മരണത്തിൽ മറ്റൊരു പങ്കാളി കൂടിയുണ്ട്. ആരാണ്? ഇലക്ഷൻ കമ്മീഷന്റെ ഈ അധിക സ്ട്രെസ് മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം CPM-ന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി കൂടി ഉണ്ടെന്നുള്ള രാഷ്ട്രീയ വിഷയം കൂടി നമ്മൾ മറന്നുപോയിക്കൂടാ. കാരണം കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള BLA ബൂത്ത് ലെവൽ ഏജന്റിന്റെ കൂടെ കൂട്ടരുത് എന്ന് CPM-ന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു, CPM-ന്റെ പ്രാദേശിക നേതാവിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ള പ്രഷർ, അതിന്റെ പേരിൽ താങ്കൾ മാറി നിൽക്കണം, പരാതി കൊടുക്കണമെന്ന് അനീഷ് ജോർജ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള ഓഡിയോ റെക്കോർഡ് പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. അതുകൂടി പരിശോധിക്കപ്പെടണം. അപ്പോൾ ഒരേ സമയം തന്നെ കേരളത്തിലെ CPM-ഉം കോൺഗ്രസും ഈ SIR പദ്ധതിക്കെതിരെ, നടപടികൾക്കെതിരെ സമരം ചെയ്യുകയും കോടതിയിൽ പോകാൻ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ SIR നടപ്പാക്കുന്നതിന്റെ ഓരം പറ്റിക്കൊണ്ട് കോൺഗ്രസിന്റെ BLA-മാരെ, ബൂത്ത് ലെവൽ ഏജന്റുമാരെ ഒഴിവാക്കിക്കൊണ്ട് ഒറ്റയ്ക്ക് ഇതിലങ്ങ് മേഞ്ഞു കയറാം എന്ന് വിചാരിക്കുന്ന CPM-ന്റെ ഇരട്ടത്താപ്പ് കൂടി പരിശോധിക്കപ്പെടണം. ആ ഓഡിയോ ക്ലിപ്പ് കൂടി ഒന്ന് കേൾക്കാം. ഭയങ്കര പ്രശ്നമാണെന്നെല്ലാം പറഞ്ഞിട്ട് ആരെ എതിർപ്പാക്കുന്നത്? ഇപ്പൊ അതുകൊണ്ട് ഇന്ന് കണ്ടാട്ടാ. അത് ആരാ എതിർപ്പാക്കുന്നത്? അത് എതിർപ്പാക്കുന്നുണ്ട്, ഭയങ്കര പ്രശ്നമുണ്ട്, അവര് തടയുന്നെല്ലാം പറയുന്നുണ്ട്. ആരോട് പറയുന്നത്? പിന്നെ പറയാ. അതെ, അല്ല അത് ശരിയല്ലല്ലോ. ഞാൻ BLA, നിങ്ങൾ BLO അല്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ പോകുമ്പോ വിളിക്കട്ടെ, നിങ്ങൾ ഇടമല്ലേ? അതാ, നീ അത് ഒരു ഇതാക്കണ്ട, ഇത് നമ്മളെല്ലാം നടക്കണ്ടേ? അല്ല അത് ശരിയല്ലല്ലോ. അവര് എന്തെല്ലോ പറയുന്നുണ്ട്. എന്നാന്ന് പ്രശ്നം എന്നാന്ന് പറഞ്ഞാലേ പിന്നെ പറയാ. നേരിട്ട് പറയാം. ശ്രീ എന്താണ് നിതീഷ് നാരായൺ, ഇവിടെ അതിൻ്റെ ബാക്കിയുണ്ട് ഓഡിയോ ക്ലിപ്പ്. ഈ അല്ലെങ്കിൽ തന്നെ അവർ ഫീൽഡിൽ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് നാട്ടുഭാഷ തലപ്രാന്ത് എന്ന് പറയുന്ന എടുത്ത് നിൽക്കുകയാണ്. അതിനിടയിൽ കോൺഗ്രസിൻ്റെ BLA-യുടെ സഹായം ഇല്ലാതെ പോകാൻ പറ്റില്ല അവർക്ക്. BLA-യുടെ സഹായം ഇല്ലാതെ അവിടെ എത്ര വീട്, ഓരോ വാർഡിൽ അവിടെ ഇവിടെ കിടക്കുന്ന വീട് മാറിപ്പോയ വീടുകൾക്ക് എങ്ങനെ അറിയാൻ കഴിയുക? കോൺഗ്രസിൻ്റെ BLA കൂട്ടാൻ പാടില്ല തുടങ്ങിയ സമ്മർദ്ദം കൂടി അവരുടെ നേരെ ചെലുത്തുന്നത് ശരിയാണോ നിതീഷ് നാരായണൻ? കേരളത്തിൽ ഈ SIR-മായി ബന്ധപ്പെട്ട് ഈ ആശങ്കകളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ SIR-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ഈ BLO-മാരുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതും എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമയങ്ങളിലെല്ലാം പൂർണ്ണമായിട്ടും BLA-മാരോട് സഹകരിക്കണമെന്ന് പരസ്യമായിട്ട്
പറയുകയും അത് എല്ലാ ഘടകങ്ങളിലും ആ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുള്ള പാർട്ടിയാണ് CPIM. രണ്ടാമത്തെ ഒരു കാര്യം, അത് ചെയ്യേണ്ടതുമാണ്. കാരണം പിന്നെ ഈ സമയത്ത് ഇതിനോട് പൂർണ്ണമായിട്ടൊരു യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇതിനെ സമീപിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആശങ്കകളെല്ലാം നിലനിൽക്കുന്ന ഒരു സമയത്ത് തന്നെ. രണ്ടാമത്തൊന്ന്, അനീഷ് ജോർജിൻ്റെ കാര്യത്തിൽ തന്നെ കുടുംബം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് അനീഷ് ജോർജിനെ ബാധിച്ചുകൊണ്ടിരുന്ന, സമ്മർദ്ദത്തിൽപ്പെടുത്തിക്കൊണ്ടിരുന്ന, അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയങ്ങൾ എന്താണ് എന്ന് സംശയങ്ങളില്ലാതെ പറഞ്ഞിട്ടുണ്ട്. മറ്റ് വ്യക്തികളെ അതുമായിട്ട് ബന്ധപ്പെടുത്തരുത് എന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് ഉൾപ്പെടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുകയും ഏത് മാനസികാവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നുപോയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, അനീഷ് ജോർജിനെ കുറിച്ച് പൊതുവിൽ പറഞ്ഞു അദ്ദേഹം അങ്ങനെ നാട് മുഴുവൻ അറിയുന്ന ഒരു ആൾ ഒന്നുമല്ല. അങ്ങനെയുള്ള BLOമാരും ഒരുപക്ഷെ ഉണ്ടാകും. പല BLOമാരും അങ്ങനെ തന്നെയാണ്, എല്ലാ വീടുകളും അറിയണമെന്നൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചെറിയൊരു സമയത്തിനുള്ളിൽ ഈ പ്രവർത്തനം എങ്ങനെയാണ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുക, അങ്ങനെയൊരു ആശങ്ക വന്ന സമയത്ത് അനീഷ് ജോർജിൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു ആ നാട്ടിലെ ആളുകൾ ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മരണപ്പെട്ട ദിവസം, ആ ദിവസം അവിടെ ഏറ്റുകൊടുക്കുക എന്ന് പറയുന്ന സ്ഥലത്തെ വള്ളത്തോൾ വായനശാലയിൽ ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ തന്നെ ബഹുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് വെച്ചിരുന്നു. ഈ പ്രവർത്തനം ഒന്നുകൂടി എളുപ്പമാക്കിയിട്ട് അദ്ദേഹത്തിന് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ള വിശദാംശങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വ്യക്തമാകും ഒക്കെ ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് മറ്റെന്തെല്ലാം താല്പര്യമാണ് ഇതിൻ്റെ പിറകിൽ ഉള്ളത് എന്നുള്ളത് ഒരു സംശയവുമില്ല. BLOമാരുടെ കൂടെയാണ് കേരളം നിൽക്കേണ്ടത്. അങ്ങനെ നിൽക്കണം എന്ന് തീരുമാനിക്കുകയും അത് ചെയ്യുകയും ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ എന്താണ് അവിടുത്തെ DCC അധ്യക്ഷൻ ഇപ്പം ഞാൻ പറഞ്ഞത് ആത്മഹത്യക്ക് കാരണം ഈ ജോലി സമ്മർദ്ദമല്ല, ഈ ഭീഷണി മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അവിടെ ഒരു സമ്മർദ്ദം ഉണ്ടായി. ഈ പറയുന്ന കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനോട് ഈ കോൺഗ്രസിന്റെ BLA കൊണ്ടുപോകാൻ പാടില്ല എന്ന് നിങ്ങൾ വരട്ടേണ്ട കാര്യം എന്താണ്? എല്ലാവരുടെയും സഹായം ഉണ്ടായാൽ മാത്രമല്ലേ ഈ പണി പൂർത്തിയാക്കാൻ പറ്റൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഏത് സന്ദർഭത്തിലാണ് ഇങ്ങനെയൊരു സംസാരം നമ്മൾ കേട്ടൊരു ക്ലിപ്പ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയില്ല. ഏത് കോണ്ടെക്സ്റ്റിലാണ് അനീഷ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ഇപ്പോൾ ഈ പറഞ്ഞ BLA എന്ന് പറയുന്ന കക്ഷി അവിടെ മത്സരിക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ്, അവിടെ നാട്ടിൽ നടക്കുന്നൊരു സംസാരം എന്നുള്ളതാണ് കേൾക്കുന്നത്. ഏത് കോൺഗ്രസിൻ്റെ BLA ആയിട്ടുള്ള കക്ഷി അദ്ദേഹത്തിൻ്റെ വല്ല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെയും ഭാഗമായിട്ട് ഉള്ള ഒരു പ്രവർത്തനം എന്നുള്ള നിലയിൽ ഈ BLA പോസ്റ്റിനെ അദ്ദേഹം ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചോ എന്നുള്ളത് നാട്ടിൽ അവിടെ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. അതിനപ്പുറത്ത് അനീഷ് ജോർജിന് അത് പറയേണ്ടത് ഈ ഉദ്യോഗസ്ഥനല്ലേ? നിങ്ങൾ രാഷ്ട്രീയമായിട്ടാണോ പറയേണ്ടത്? നിങ്ങളുടെ BLA രാഷ്ട്രീയമായിട്ടാണോ അത് പറയേണ്ടത്? കോൺഗ്രസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ലെന്ന് നിങ്ങളുടെ BLA രാഷ്ട്രീയമായിട്ടാണോ പറയേണ്ടത്? അത് ഉദ്യോഗസ്ഥനല്ലേ പറയേണ്ടത്? അയാൾ ഈ പറയുന്ന കോൺഗ്രസിന്റെ BLA അവിടുത്തെ സ്ഥാനാർത്ഥിയാണോ, സ്ഥാനാർത്ഥി അവിടെ പ്രചരണം നടത്തി എന്നൊക്കെ ഉദ്യോഗസ്ഥരല്ലേ പറയേണ്ടത്? അത് BLAമാർക്ക് കൂടെ പോകാം. BLAമാർക്ക് കൂടെ പോകാൻ വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട്. BLAമാരെ ഉപയോഗിച്ചിട്ടാണ് ഇത് കാര്യങ്ങൾ ചെയ്യുകയും വേണ്ടത്. അത് മുഴുവൻ BLAമാർ ഉണ്ടായിട്ടുണ്ടോ, പിന്നെ CPIMൻ്റെ BLA ഭാഗമായിട്ടുള്ള BLA വിളിച്ചിട്ടുണ്ടോ, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മുടെ മുന്നിൽ ഇല്ല ഹാഷ്മി. അത് കൂടുതൽ ആ നാടുമായി ബന്ധപ്പെട്ടും അവരുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സാധനം, കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെ ഒരു സെൻട്രൽ പോയിന്റ് ആക്കരുത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം. T. രമേശ്, ഇവിടെ താങ്കൾ പറയുന്നുണ്ടായിരുന്നു പാഷന്റെ കാര്യം പറയുന്നത്. പാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൊതിയോടുകൂടി സ്നേഹത്തോട് ചെയ്യുന്ന ഒരു ജോലി. പാഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ നേരത്തെ നമ്മുടെ ശ്രീ VS ജിതിൻ്റെയോ പറഞ്ഞ പോലെ ഇതൊരു പ്രശ്നമായി തോന്നാത്ത BLOമാർ ഉണ്ട് എന്നാണല്ലോ താങ്കളും പറഞ്ഞത്. അപ്പോൾ അനീഷ് ജോർജ് മരിക്കാൻ കാരണം ഈ പാഷനില്ലായ്മയാണോ? ഈ പറയുന്ന മനുഷ്യന്മാർ കഷ്ടപ്പെട്ട് ഈ പറയുന്ന പരിദേവനങ്ങൾ പറയുന്നത്, രാവിലെ ഇറങ്ങി കഷ്ടപ്പെടുന്നത്, സ്ത്രീകൾ മൂത്രമൊഴിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, അവരുടേതായ പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാവാൻ പറ്റുന്നില്ല എന്ന് കരഞ്ഞു പറയുന്നതൊക്കെ താങ്കൾ പറയുന്ന ആ പാഷനില്ലായ്മയാണോ ശ്രീ T. രമേശ് പ്രശ്നം? നമ്മൾ ഈ മേഖലയെ കക്ഷി രാഷ്ട്രീയപരമായി കൊണ്ടുപോയിക്കൂടാ. BLO എന്നുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ട ഒരാളാണ്. ഏതെങ്കിലും ഒരു ഇടതുപക്ഷം വലതുപക്ഷം BJP ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഈ ചർച്ചകൾ കൊണ്ടുപോയിക്കൂടാ. BLO എന്നുള്ളത് നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്ത ഈ കൂട്ടായ്മ ട്രേഡ് യൂണിയൻ സംഘടനയല്ല. 1955 ട്രാവൻകൂർ കൊച്ചിൻ സയൻറ്റിഫിക് കൾച്ചറൽ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു കൂട്ടായ്മയാണ്. അത് എല്ലാ ആളുകളും ഇതിലുണ്ട്. എല്ലാ ആളുകളെയും ഒരു കുടക്കയിൽ അണിനിരത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കേരളത്തിൽ 25,149 BLOമാർ മാത്രമേ വേണ്ടതുള്ളൂ. കേരളത്തിൽ 5 ലക്ഷം സർക്കാർ ജീവനക്കാരുണ്ട്, 7 ലക്ഷം റിട്ടയർഡ് പെൻഷനർമാരുണ്ട്, 1 ലക്ഷത്തിനടുത്ത് അംഗൻവാടി ടീച്ചർമാരുണ്ട്. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുക, വളണ്ടറി BLO എടുക്കാൻ വേണ്ടി 25,000 ആളുകളെ നമുക്ക് കിട്ടൂലേ? എന്തിനാ ഈ ഡ്യൂട്ടിക്ക് താല്പര്യമില്ലാത്ത
പൊതുസമൂഹത്തിൽ ഇറങ്ങാൻ പറ്റാത്ത ആളുകൾ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കേണ്ട കാര്യം എന്താണ്? ഇതിൽ ശാരീരിക പ്രയാസം ഇല്ലാത്ത ആളുകളാണ്, വില്ലിങ് ആയ ആളുകളാണ്. നമ്മളൊക്കെ ഇപ്പോഴും BLO ഡ്യൂട്ടി പുറത്തായിട്ടും BLO ഡ്യൂട്ടി നമ്മളെ പ്രദേശത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള BLOയോടെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് BLO പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി നിങ്ങൾ എന്തിനാണ് ഒരു സുപ്രഭാതത്തിൽ അവരെ ഒഴിവാക്കി കൊണ്ടുപോകുന്നത്? 27 ആളുകളെ ഈ രീതിയിൽ എടുക്കാൻ വേണ്ടി കഴിയില്ലേ? ആ രീതിയിൽ നമ്മൾ പ്രവർത്തനം ഏറ്റെടുത്തു ഇത് വിജയിപ്പിച്ചെടുക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ മാത്രം നമ്മൾ വിട്ടു നിന്നുകൊണ്ട് പിന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. കേരളത്തിൽ അത് വിജയിപ്പിച്ചെടുക്കാൻ ആവശ്യമായ സഹായങ്ങൾ, കേരളത്തിലെയും ബീഹാറിലെയും എന്താണ് അതിന്റെ ഭൂപ്രദേശങ്ങൾ തമ്മിൽ താരതമ്യങ്ങളില്ല, ഗ്രാമങ്ങളും ഉൾഗ്രാമങ്ങളും താരതമ്യങ്ങളില്ല, മനുഷ്യന് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകൾ താരതമ്യങ്ങളില്ല, ജനസംഖ്യയിൽ താരതമ്യങ്ങളേ ഇല്ല. അവിടെയും ഈ പ്രോസസ് തന്നെയാണല്ലോ. അവിടെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇത് നടന്നല്ലോ, അല്ലെങ്കിൽ മറ്റേ സംസ്ഥാനം നടക്കുന്നുണ്ടല്ലോ. കേരളത്തിൽ മാത്രം പ്രശ്നം എന്താ എന്ന് കമന്റ് ബോക്സിലടക്കം പലരും ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി എന്താണ് ശ്രീ രമേശ്? അതാണ് കേരളത്തിൽ പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയ പാർട്ടികൾ പൊതുസമൂഹത്തിൽ ഇറങ്ങി വരുന്നുണ്ട്. ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇത് പിന്നെ നമ്മുടെ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണെന്ന് ഇത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പോവുക. പൗരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങളല്ല ഇത്. നമ്മളെ ഈ കൃത്യമായ വോട്ടർ പട്ടിക ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമല്ലേ? അതിനാവശ്യമായ സഹായങ്ങളെ നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ട്രെയിനിങ്ങുകൾ, പരിശീലനങ്ങൾ, അതിന് സന്നദ്ധതയുള്ള ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ ഡ്യൂട്ടി നിശ്ചയിപ്പിച്ച് കൊടുക്കണം. ആരോഗ്യമുള്ള പെൻഷനർമാർ, സന്നദ്ധതയുള്ള ആളുകൾ, ഇപ്പം അവർ പെൻഷൻ വാങ്ങുന്നത് ട്രഷറി ശമ്പളത്തിലല്ലേ? അപ്പോൾ അവരെ ഏതെങ്കിലും രീതിയിൽ മറ്റു രീതിയിൽ ദുരുപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുക. ഇലക്ഷൻ കമ്മീഷന് ആ ഉദ്യോഗസ്ഥ തലത്തിൽ നടപടിയെടുക്കാൻ വേണ്ടി കഴിയില്ലേ? അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ തുമ്പിയെ കല്ലെടുപ്പിക്കുന്ന പോലെ പറ്റാത്ത ആളുകളെ കൊണ്ട് ഇതുമായി പ്രോസസ്സുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് BLO കൂട്ടായ്മയുടെ. ഇത് ആർക്കും മനസ്സിലാവുന്ന പ്രശ്നങ്ങളാണ്. നോക്കിക്കഴിഞ്ഞാൽ ഇത് പ്രാക്ടിക്കൽ അല്ല, ഒരു മനുഷ്യസാധ്യമായ പണിയല്ല. ഇതെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോഴാണ് അവർക്ക് ഓരോ മണിക്കൂർ വെച്ച് ഫോൺ വിളിക്കുക, രാവിലെ ഉച്ചയ്ക്ക് വേണ്ടി എക്സൽ ഷീറ്റ് ഇട്ട് കൊടുക്കുക, വൈകിട്ട് ടാർജറ്റ് ഉണ്ടാക്കുക. പാവങ്ങൾ രാത്രി 3:30 ഇരുന്ന് പണിയാണ്, രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് പണിയാണ്. അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവർ അനീഷ് ജോർജിന്റെ അവസ്ഥയുണ്ടാവും. ജിതിൻ ദേവ് ഓരോ ദിവസവും വലിയ ലക്ഷ്യം നിശ്ചയിച്ച് നൽകി ചില നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ BLOമാരെ ഭീഷണിപ്പെടുത്തുകയാണ്. വോട്ടർമാരെ നേരിൽ കാണുന്നതിന് മുൻപ് തന്നെ ഫോമുകൾ സ്കാൻ ചെയ്ത് എണ്ണം റിപ്പോർട്ട് ചെയ്ത ശേഷം വീടുകളിലെത്തിച്ചാൽ മതിയെന്ന് ഉദ്യോഗസ്ഥരുടെ വാക്കാൽ നിർദ്ദേശം കാരണം BLOമാർ ബുദ്ധിമുട്ടുകയാണ്. ഉദ്യോഗസ്ഥരുടെ നിർബന്ധത്തിന് വഴങ്ങി തെറ്റായ കണക്കുകൾ നൽകിയെങ്കിലും സമയബന്ധിതമായി ചെയ്തു തീർക്കാൻ കഴിയാത്തതിനാൽ BLOമാർ സമ്മർദ്ദത്തിലാണ്. ജോലിഭാരം അടിച്ചേൽപ്പിച്ച് SIR എന്തൊക്കെ പറയാണ്. ഇതൊന്നും ഇങ്ങനെയൊന്നും ഇല്ല എന്നാണോ BJPയുടെ നിലപാട്? കാരണം ഞാൻ വായിച്ചത് ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയുടെ സംഘടന, നിങ്ങളുടെ NGO സംഘ് പറഞ്ഞ കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ NGO സംഘ് പറയാം ഹാഷ്മി. ഇതിനകത്ത് നമുക്ക് ഈ ഹൗസ് ടു ഹൗസ് എന്യൂമറേഷൻ ഫോം കളക്ഷൻ അനുവദിച്ചിരിക്കുന്ന സമയം നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയാണ്. എനിക്ക് വിളിക്കാൻ സാധിക്കുന്ന സോഴ്സുകളുള്ള 1-2 EROമാരെയും AROമാരെയും BLO സൂപ്പർവൈസറെയും ഞാൻ വിളിച്ചിരുന്നു. കാരണം നിങ്ങളുടെ ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ ആധികാരികമായിട്ട് ഈ വിഷയത്തെ പറ്റി സംസാരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാനത് വിളിച്ചത്. വിളിച്ച സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ 4 ദിവസത്തെ ടാർഗറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു ടാർഗറ്റ് ഇല്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ അത് പറഞ്ഞാൽ എന്തിനാണ് ഈ ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്നത്? ഇപ്പൊ എന്റെ നാട്ടിൽ തന്നെ കരുനാഗപ്പള്ളി തന്നെ ഒരു BLO ഇതിനൊരു പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല, അദ്ദേഹം ജോലിക്ക് ഹാജരാവാത്തതിനാണ് അത് സംബന്ധിച്ച് പറഞ്ഞത്. 1 മാസത്തെ സമയമുണ്ട്. 2 ഹാഷ്മി, ഇത് വീടുകളിൽ പോയി ഇപ്പൊ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫില്ല് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വരികയല്ല, ഇത് വീടുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് 1600 പരമാവധിയുള്ള വോട്ടർമാർ ഒരു BLOയ്ക്ക്. സ്വാഭാവികമായിട്ട് ഒരു 300-400 വീട് വരും. ഈ 400 വീടുകളിൽ ഒരു 15 ദിവസം കൊണ്ട് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പിന്നെ ചില EROമാര് അവർക്ക് ടാർഗറ്റ് ഞങ്ങൾ ഇത്ര ചെയ്തു സാർ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട ഉദ്യോഗസ്ഥരായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്. അത് അവരാണ് അതിന് ഉത്തരം പറയേണ്ട ആൾക്കാർ, അതല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ അല്ല. നമ്മുടെ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഈ പണികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 2, ഞാൻ ഈ വൈറ്റ് കോളർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും ഉത്തമമായ മറുപടി ഉണ്ടായിട്ടില്ല. അതായത് BJPയുടെ ഒഫീഷ്യൽ നിലപാട് ഇപ്പോൾ പോകുന്ന ഈ പ്രോസസ്സ് കൃത്യമാണെന്നും BLOമാരുടെ ആശങ്ക അത് തെറ്റാണെന്നും NGO സംഘം അടക്കം പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നുമാണ് BJPയുടെ ഒഫീഷ്യൽ നിലപാട്, അല്ലേ? ഒരിക്കലുമല്ല. പിന്നെന്താണ് താങ്കൾ പറഞ്ഞു? എന്താണ് ആശങ്കകളുണ്ട് BLOമാർക്ക്? അല്ലല്ല, ഒരിക്കലുമല്ല. ആശങ്കകളുണ്ട് BLOമാർക്ക്. മതിയായ ട്രെയിനിങ് കൊടുക്കുന്നില്ലെന്നുള്ളത് നിങ്ങളുടെ തന്നെ ഒരു ഇതിൽ ടെലിഫോൺ സംഭാഷണത്തിൽ ഒരു ഏതെങ്കിലും ഒരു നിലപാട് പറ. ഏതെങ്കിലും ഒരു നിലപാട് പറ. ഇപ്പോൾ നടക്കുന്ന പ്രൊസീജിയർ അത് കൃത്യമാണോ ശരിയാണോ? തിരുത്തി പറഞ്ഞിട്ടുള്ളത് അല്ലല്ല, ഏതെങ്കിലും ഒരു നിലപാട് പറ. ഇപ്പോൾ നടക്കുന്ന പ്രൊസീജിയർ ശരിയാണോ കൃത്യമാണോ? ഈ പ്രൊസീജിയർ പോയി കഴിഞ്ഞാൽ ഈ ഡിസംബർ 4-നകം ഈ പണി ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയുമോ? ഒന്ന് പറ. അതല്ലാതെ രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചായ നിലപാട് പറയല്ലേ? എന്താണ് രണ്ടും കൂടെ ചേർത്ത് കാശ്മീർ?
നിങ്ങൾ ഈ 1 മണിക്കൂർ ചർച്ചയിൽ എനിക്ക് ആകെ തന്ന 4 മിനിറ്റാ. അവസാനം വന്നിട്ട് വെറുതെ പറയരുത്. ഇതിനകത്ത് ചെയ്യാൻ പറ്റും ഹാഷ്മി. 1 മാസം കൊണ്ട് സുഖമായിട്ട് ഈ പ്രോസസ്സ് ചെയ്യാൻ പറ്റും ഹാഷ്മി. ആശങ്കകളുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ് അവസാനിപ്പിച്ചതും കൺസേൺസ് ഉണ്ട്, പരിഹരിക്കപ്പെടേണ്ട കൺസേൺസ് ഉണ്ട്. ഇപ്പൊ നോക്കൂ, ഒരു സ്ക്രീൻ അത് സംസ്ഥാന പട്ടികയാണ്. എങ്കിലും കോൺഗ്രസിന്റെ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥി VM വിനുവിന് വോട്ടില്ലെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ വൈറ്റ് കോളർ പൊളിറ്റിക്സ് എന്ന്. ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഒരാളെ നിശ്ചയിക്കുമ്പോൾ ആദ്യ സമയത്ത് നമ്മൾ നോക്കുന്നതാണ് വോട്ടർ പട്ടികയുടെ പേരുണ്ടോ എന്നുള്ളതാണല്ലേ. അതുപോലെ നോക്കാൻ കോൺഗ്രസിന്റെ ബൂത്ത് പ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല. അതാ പറഞ്ഞത്. പിന്നെ അങ്ങ് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പട്ടിക അടിച്ചു, മൂത്രമൊഴിക്കാൻ പറ്റിയില്ല. ഏത് നാട്ടിലാണ് ഹാഷ്മി നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്? കേരളത്തിലാണോ? ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് ഒരു വീട്ടിൽ ചെന്ന് ഞാൻ അല്പം യൂറിൻ പാസ് ചെയ്തിട്ട് വെച്ച് സമ്മതിക്കാത്ത അത്ര ദുഷ്ടന്മാരാണോ കേരളത്തിലെ മലയാളികൾ? 81 പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഹാഷ്മി കഴിഞ്ഞ 5 വർഷത്തിൽ മാനസിക സംരക്ഷണം അനുഭവപ്പെട്ട്. അപ്പൊ ഈ BLO പറയുന്ന വ്യാജമാണെന്നാണ് താങ്കൾ പറയുന്നത്. 81 ജിതിന്റെ ഏതെങ്കിലും ഒന്ന് പറ. നിങ്ങൾ പറയുന്ന ഒരു പ്രശ്നവും ഇല്ല, ഡിസംബർ 4 പൂർത്തിയാക്കാം. രണ്ടാമത് പറയുന്നു, രണ്ടാമത് പറഞ്ഞ ആശങ്കയുണ്ടെന്ന് പറയുന്നു. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ മനുഷ്യന്മാർക്ക് മൂത്രമൊഴിക്കാൻ പറ്റുന്ന അവർ പറഞ്ഞ അവരുടെ ശബ്ദരേഖയാണ്. ഞങ്ങൾ ആത്മഹത്യാ മുൻപിലാണ് അവരുടെ ശബ്ദരേഖയാണ്. അത് വ്യാജമാണെന്നാണോ ഇതിന്റെ പറയുന്നത്? അതോ ചുമ്മാ പറയുന്നതാണോ പറയുന്നത്? ഒന്ന് പറ. ഹാഷ്മി മലയാളികൾ ഒരു പെൺകുട്ടി വന്നിട്ട് ഈ വീട്ടിൽ വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് കണക്കായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒന്ന് മൂത്രമൊഴിച്ചോട്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ കേട്ടത്തില്ലേ? ഇവിടെ പന്തളത്ത് കേട്ടില്ലേ? അതാ ശബ്ദരേഖയിട്ട് പെൺകുട്ടിയുടെ മനോഗതിയല്ലേ, മാനസികാവസ്ഥയല്ലേ? അങ്ങനെ ദുഷ്ടന്മാരൊന്നുമല്ല മലയാളികൾ. പിന്നെ അല്ല ജിതിന്റെ അതൊരു പെൺകുട്ടിയാണ്. എന്തോ പറയുന്നത്? എന്തോ ഈ പറയുന്നേ? അതൊരു പെൺകുട്ടിയാണ്. ജിതിന്റെ പറയുന്ന അങ്ങോട്ട് പെരുമാറാൻ പറ്റുമോ? ജിതിന്റെ പറയുന്ന പോലെ പെരുമാറാൻ പറ്റുമോ? പെണ്ണുങ്ങളില്ലാത്ത നാടാണോ കേരളം? ജിതിന്റെ ഡിക്റ്റേറ്റ് ചെയ്യണോ? ജിതിന്റെ ഡിക്റ്റേറ്റ് ചെയ്യണോ? വീട്ടിൽ കയറി പോയി ചോദിക്കാൻ എന്തോ പറയുന്നത്? എന്തെങ്കിലും ക്ലാരിറ്റി അങ്ങ് പറയുന്നതിനകത്തുണ്ടോ? പൊതുവിടങ്ങളിൽ ശൗചാലയങ്ങളില്ലെങ്കിൽ അത് പിണറായി വിജയന്റെ കുഴപ്പമോ? ഞാൻ കേരളത്തിലാണ് ജീവിക്കുന്നത്. കേരളത്തിൽ കരുനാഗപ്പള്ളിയിൽ ഓച്ചിറയിൽ താമസിക്കുന്നത്. ആർക്കാ സംശയമുള്ളത്? ഒരു വലിയ പ്രശ്നത്തിന് പൊതുവിടങ്ങളിലെ ശൗചാലയത്തിൽ കൊടുക്കുകയാണ് CVS. അതാണ് ഞാൻ തുടക്കം ചോദിക്കുന്നത്. ഇതിൽ BJPയുടെ നിലപാടെന്താ? നിങ്ങൾക്കൊരു നിലപാടുണ്ടോ? BLOമാർ പറയുന്നത് സത്യമാണോ കള്ളമാണോ? CVS ഈ BLOമാരുടെ ആശങ്ക സത്യമാണോ കള്ളമാണോ? നിലപാടുണ്ട്. ഹാഷ്മിക്കാണ് നിലപാടില്ലാത്തത്. നിങ്ങൾക്ക് പറഞ്ഞു വെക്കണം. പ്രശ്നമാണ് പൗരത്വം ഇല്ലാതാക്കാൻ. CVS ഈ ദിവസങ്ങൾ പുറത്തേക്ക് വരുന്ന എന്താണ് 100ഓളം അല്ലെങ്കിൽ 100-നടുത്ത് വരുന്ന ഈ ശബ്ദരേഖകൾ BLOമാരുടെ ആശങ്ക സത്യമാണോ വ്യാജമാണോ? ഒറ്റ വാക്കിൽ പറ. അവിടെ ഇവിടെയും പറയാതെ BLOമാരുടെ ആശങ്കകൾ സത്യമാണോ വ്യാജമാണോ? ഒരു പെൺകുട്ടിക്ക് മൂത്രമൊഴിക്കാൻ പോലും അനുവാദിക്കാത്ത ദുഷ്ടന്മാരാണ് മലയാളികൾ എന്ന് ഞാൻ പറയണോ ഹാഷ്മി? അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്ത വ്യാജമാണോ? പെൺകുട്ടിക്ക് മൂത്രമൊഴിക്കാൻ സമ്മതിക്കാത്ത അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്ത വ്യാജമാണോ? ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ആൾക്കാർ പറയുന്നത് വ്യാജമാണോ? എല്ലാം വ്യാജമാണോ? ഒരു മൂത്രമൊഴിക്കാൻ ചുരുക്കല്ലേ? ആശ്രമത്തോട്ട് വരും. അനീഷ് ജോർജ് CPM-ന്റെ സമ്മർദ്ദ രാഷ്ട്രീയത്തിന്റെ അവർ കൊലപ്പെടുത്തിയ ആണ്. CPM ആണ് മലയാളികൾ. കൊലപ്പെടുത്തിയത് CPM ആണ്. മനുഷ്യനെ ഭീഷണിപ്പെടുത്തി. ശരി ജിൻഡോ, അപ്പൊ കാര്യം രണ്ടാമത്തെ കാര്യം ജിൻഡോ പറയുന്നത് കേട്ടോ, അദ്ദേഹത്തിന് ഫോം ഒന്നും മനസ്സിലാവുന്നില്ലെന്ന്. ജനന തീയതി ഒരു നിമിഷം ഞാൻ പറഞ്ഞു. എന്തായാലും നിങ്ങൾ എനിക്ക് 4 മിനിറ്റ് ജനന തീയതി എവിടെയാണ് സംശയമുള്ള ഫോമിൽ? ജനന തീയതി ഹാഷ്മി, ജനന തീയതി, ആധാർ നമ്പർ ഓപ്ഷണൽ, അറിയാൻ പറ്റാത്തതാണോ? മൊബൈൽ നമ്പർ, പിതാവിന്റെ പേര് അറിയാൻ പറ്റാത്തതുണ്ടോ? പിതാവിന്റെ എപ്പിക് നമ്പർ, ദാറ്റ് മീൻസ് വോട്ടർ ID കാർഡ് നമ്പർ അറിയാമെങ്കിൽ, ലഭ്യമാണെങ്കിൽ, മാതാവിന്റെ പേര്, പങ്കാളിയുടെ പേര്. ഇതിനകത്ത് എവിടെയാണ് ഹാഷ്മി പ്രശ്നമുള്ളത്? ഇതിനകത്ത് ആകെ പ്രശ്നം വരുന്നത് നിങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് മാറി. ഇപ്പൊ ഹാഷ്മി എറണാകുളത്താണ് താമസിക്കുന്നത്. 2025 പട്ടികയിലുണ്ട്, 2025 പട്ടികയിലുണ്ട്, 2002 പട്ടികയിലില്ല. രക്ഷിതാവ് മരിച്ചുപോയി, എന്ത് ചെയ്യും? 2025 പട്ടികയിലുണ്ട്, 2025 പട്ടികയിലുണ്ട് ഒരാൾ, 2002 പട്ടികയിൽ ഇല്ല. രക്ഷിതാക്കൾ മരിച്ചുപോയി, എന്ത് ചെയ്യും ജിതിന്റെ? എല്ലാം അറിയാന്നുള്ള പറഞ്ഞു തരൂ. പറഞ്ഞു തരാം. 2002 പട്ടിക ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാർ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഓഫീസുകളിലും എത്തിച്ചിട്ടുണ്ട്. BLOമാർക്ക് കൈമാറിയിട്ടുണ്ട്. ആപ്പിൽ ഒരു പ്രദേശത്തെ പട്ടിക വരിക. മരണപ്പെട്ടു പോയി, പറയട്ടെ, അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയി. പ്രോജനിയായിട്ട് അച്ഛനെയോ അമ്മയെയോ അപ്പൂപ്പനെയോ അമ്മുമ്മയോടോ പേരെഴുതിയാൽ മതി. എന്തായാലും അമ്മുമ്മയോ അച്ഛനോ അമ്മയോ അപ്പൂപ്പനോ ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ. മനുഷ്യൻ മതി. ഒന്നുകൂടെ പരിശോധിക്കണം. രമേശ്
പ്രോജനിയായിട്ട് ഇവരുടെ പേര് ശരി ശരി താങ്കൾ ഈ രമേശിനോട് ചോദിക്കൂ. താങ്കൾ ഇപ്പോൾ ശരിയാ ഒന്നുകൂടെ പരിശോധിക്കണം ഞാൻ എന്റെ സമയം കഴിയണം അതുകൊണ്ടാണ് രമേശിനോട് ചോദിക്കൂ. അല്ല നമുക്ക് ഇതുപോലുള്ള 100 ചോദ്യങ്ങൾ വേറെ ഉണ്ട് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഉറപ്പുണ്ട്. എന്തായാലും രമേശിനോട് ചോദിക്കൂ. എന്തായാലും ഈ ഞാൻ- പറയുന്ന ഞാൻ- ഇത് ഞാൻ ജിതിൻ ദേവിന് SIR മാത്രമാണ് BLO BLOമാരുടെ ആശങ്ക മൂത്രമൊഴിക്കൽ ആശങ്ക മാത്രമായി തോന്നുന്നത് കുറേയധികം BLOമാർ ഈ ദിവസങ്ങൾ ആശങ്കമായി രംഗത്ത് വരുന്നുണ്ട് ഇത് മനുഷ്യസാധ്യമായ പണിയല്ലെന്ന് കുറേയധികം പേർ പറയുന്നുണ്ട് അത് ജിതിൻ ദേവിനും ഒരുപക്ഷെ BJP എന്നുണ്ടോന്ന് അറിയില്ല ജിതിൻ ദേവ് പറയുന്നത് ഇതൊക്കെ വളരെ ഈസി നടക്കുമെന്നാണ് അങ്ങനെ അല്ല എന്നുള്ളതാണ് ഗ്രൗണ്ടിലെ യാഥാർത്ഥ്യം ആ പ്രശ്നപരിഹാരം ഉണ്ടാവണം ഇനിയൊരു ആത്മഹത്യ ഉണ്ടാവാതിരിക്കട്ടെ എൻകൗണ്ടർ പൂർണ്ണമാവുന്നു ഗുഡ് ബൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.